നമസ്കാരം. കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. കേരളത്തോടുള്ള കേന്ദ്ര സർക്കാർ അവഗണന എത്രയും വേഗം അവസാനിപ്പിക്കണം. ഇന്ന് പാർലമെന്റിന് മുന്നിൽ കേട്ട മുദ്രാവാക്യങ്ങളാണ് ഇത്. മറ്റു സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ രക്ഷാപ്രവർത്തനത്തിനായി വന്ന ചിലവ് പോലും കേരളത്തിൽ നിന്ന് ഈടാക്കുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചിലവ് പോലും ദുരന്തം അനുഭവിക്കുന്ന ചൂരൽമല മുണ്ടക്കൈ പ്രദേശം ഉൾപ്പെടുന്ന കേരളം നൽകേണ്ടി വരുന്നു എന്ന ഏറ്റവും ദൗർഭാഗ്യകരമായ സാഹചര്യം. ദുരന്തം വിതച്ചതിൻ്റെ ആദ്യ നാളുകളിൽ വയനാട് സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷയ്ക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് കേരളം ചിലവാക്കിയത്. നൈസമോളെ വാരിയെടുത്ത് ആ കുഞ്ഞു വിരലുകൾ സ്വന്തം താടിയിൽ ഉഴുതുമറിക്കുന്ന കാഴ്ചകൾ പകർത്തി വടക്കേ ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു നേടിയ നേട്ടം അതോർത്തെങ്കിലും ആ ചിലവെങ്കിലും കേരളത്തിന് ഒഴിവാക്കി കൊടുത്തുകൂടെ? തുടക്കം മുതൽ കേന്ദ്ര സർക്കാർ പറയുന്നതൊക്കെ പച്ചക്കള്ളം എന്ന് തെളിയുകയാണിപ്പോൾ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചു എന്ന് ആദ്യം കള്ളം പറഞ്ഞു. ക്വാറികളുമായി ദുരന്തത്തെ ബന്ധപ്പെടുത്തി പറഞ്ഞ കഥകളും പൊളിഞ്ഞു. പ്രധാനമന്ത്രി നേരിട്ടെത്തിച്ചൊരിഞ്ഞ വാഗ്ദാനങ്ങളും ഇപ്പോൾ ഇല്ല. കേരളം ഓരോ ഘട്ടത്തിലും നൽകിയ വാഗ്ദാനങ്ങൾ, വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോഴും കേരളം റിപ്പോർട്ട് നൽകാൻ വൈകി എന്ന കള്ളമാണ് കേന്ദ്രം ആവർത്തിക്കുന്നത്. പ്രളയ സമയത്ത് സൗജന്യമായി അരി തരുന്നു എന്ന് പറഞ്ഞു പറ്റിച്ച് പിന്നീട് കണക്ക് പറഞ്ഞ് അവസാന അരിമണിയുടെ വില പോലും എണ്ണി വാങ്ങിയവർ, ചൂരൽമലയിലെ തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുടെ DNA പരിശോധനയ്ക്ക് പൈസ ഈടാക്കുന്നവർ, എയർലിഫ്റ്റ് ചെയ്ത് ആളുകളെ രക്ഷപ്പെടുത്തിയതിന് കൂലി ആവശ്യപ്പെടുന്നവർ, സത്യത്തിൽ രക്ഷാപ്രവർത്തനത്തെ കച്ചവടമാക്കുകയാണോ BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ? ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ CPIM നേതാവും MP-യുമായ ഡോക്ടർ V. ശിവദാസൻ, BJP വക്താവ് അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, ഇടതു നിരീക്ഷകൻ അഡ്വക്കേറ്റ് N. ലാൽകുമാർ എന്നിവർ. അഡ്വക്കേറ്റ് ലാൽകുമാർ, രക്ഷാപ്രവർത്തനത്തെ കേന്ദ്ര സർക്കാർ കച്ചവടമായി കാണുന്നു എന്ന് താങ്കൾക്ക് നിരീക്ഷണമുണ്ടോ? പ്രധാനമന്ത്രി ചൂരൽമലയിലെ ഈ അപകടം ഉണ്ടായ ശേഷം ഇവിടെ സന്ദർശിക്കുകയുണ്ടായി. പ്രധാനമന്ത്രി കേരളത്തിൽ ഈ വിഷയത്തിൽ വരിക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആശ്വാസമായിട്ടാണ് സാധാരണ കരുതുക. രാഷ്ട്രീയം ഒരല്പം മാറ്റിവെക്കാം. കാര്യം പ്രധാനമന്ത്രിയെ പോലെ ഒരാൾ അവിടെ വരുമ്പോൾ നാഷണൽ അറ്റൻഷൻ കിട്ടുകയും, നോക്കൂ അവിടെ നടന്നത് എന്താണ്, യഥാർത്ഥത്തിൽ അതിന്റെ സ്കെയിൽ എന്താണ് എന്ന് രാജ്യം ഭരിക്കുന്ന ആൾ തന്നെ അറിയുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മുടെ മുഖ്യമന്ത്രിയും അവിടെയുള്ള നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എല്ലാ മുതിർന്ന ആൾക്കാരും, ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഒരു സംഘം തന്നെ അദ്ദേഹത്തെ അനുഗമിക്കുകയുണ്ടായി. അദ്ദേഹം വരുന്നു, അദ്ദേഹം നന്നായി സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്നു, ആൾക്കാരെ സമാശ്വസിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളന്ന് അപ്രീഷിയേറ്റ് ചെയ്തൊരു കാര്യമാണ്. നോക്കൂ, അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തതിന് കാര്യം എന്താണ്? രാജ്യത്തിന്റെ ഭരണാധികാരി നമുക്കൊരു ദുഃഖം വന്നപ്പം നമ്മുടെ കൂട്ടത്തിൽ നിൽക്കും എന്നുള്ള പ്രതീക്ഷയാണ്. അല്ലാതെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ആദർശത്തോടുള്ള ബഹുമാനം കൊണ്ടല്ല. അതിനെ പൂർണ്ണമായി എതിർക്കുമ്പോൾ പോലും നമ്മളോടൊപ്പം അവർ നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുണ്ടായിരുന്നത്. കാര്യം അതെന്താണ് നമുക്ക് അങ്ങനെ പ്രതീക്ഷ വരിക? വയനാട്ടിലെ ജനങ്ങൾക്ക് പെട്ടെന്ന് ഒരു ആശ്വാസം ഉണ്ടാകുന്ന രീതിയിൽ എല്ലാം തകർന്നു നിൽക്കുന്നവർക്ക് ഒരു ആശ്വാസ വാർത്തയെങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിയണം. ആ ഫൈനാൻഷ്യൽ ഫണ്ട് അല്ലെങ്കിൽ സപ്പോർട്ട്, എയ്ഡ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് കിട്ടും എന്ന് നമ്മൾ വ്യക്തമായി പ്രതീക്ഷിച്ചു. പക്ഷെ ഈ പ്രാവശ്യം അത് ഉണ്ടായില്ല. അപ്പൊ നമ്മൾ ചോദിക്കും, മുമ്പത്തെ പ്രാവശ്യം ഉണ്ടായോ? ആ മുമ്പത്തെ പ്രാവശ്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. ആ മുമ്പത്തെ പ്രാവശ്യം നടന്ന ഡാമേജിനെക്കാട്ടിലും വലിയ സ്കെയിലിൽ 400 പേരിൽ മേളിൽ മരിച്ച ഒരു സംഭവത്തെ ഇത്ര ലഘൂകരിച്ച് ഇങ്ങനെ ഒരു മനുഷ്യപ്പറ്റില്ലാതെ പെരുമാറുന്ന ഒരു സർക്കാർ
എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നത്. നമ്മൾ ഈ രാജ്യത്തിന്റെ പൗരന്മാരല്ലേ? നമ്മൾ ഈ രാജ്യത്തിലെ ഈ രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തിൽ പെടുന്ന ഒരു സംസ്ഥാനം അല്ലേ? ഇത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നതിനകത്ത് കേരളം ഉൾപ്പെടുന്നില്ലേ? എന്താണ് ഈ ചിറ്റമനയം കേരളത്തോട്? ഇത് ഇപ്പൊ തുടങ്ങിയതല്ലല്ലോ, ഒരു വിഷയത്തിൽ വരുന്ന കാര്യമല്ല. ഓരോ വിഷയങ്ങളിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന, ഇപ്പൊ കേന്ദ്രം കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് പോലും കേരളത്തോടുള്ള അവഗണന എന്ന് പറഞ്ഞ് ഉള്ള വാർത്തകൾ അന്ന് തന്നെ വരുമായിരുന്നു. അങ്ങനെയുള്ള വലിയ അവഗണന ഈ സംസ്ഥാനം നേരിടുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ പറയുന്ന എല്ലാ സർവതലത്തിലും ആ അവഗണന നിൽക്കുമ്പോഴും ഈ പ്രശ്നത്തിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. നോക്കൂ, ആർമി വന്നതിനും അല്ലെങ്കിൽ നേവി വന്നതിനും ഒക്കെ ക്യാഷ് ചോദിക്കുന്നു. അത് ചിലപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ ഒരു വാദം അങ്ങോട്ട് വെക്കാം. പ്രൊവൈഡഡ് ദേ ഷുഡ് ഗീവ് ദ മണി ടു അസ്. എന്ത് സപ്പോർട്ടാണ്, എന്ത് എയ്ഡാണ് കേന്ദ്ര സർക്കാർ തന്നത്? അത് പരമാവധി ഡിലേ ചെയ്യാൻ നോക്കുകയല്ലേ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്? 1 രൂപ നയ പൈസ നമുക്ക് ഈ സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാതെ, ജനങ്ങളിലേക്ക് എത്തിക്കാതെ ന്യായം പറയുകയാണ്. പിന്നെ നേരത്തെ കൊടുത്ത ഫണ്ടുണ്ട്. നോക്കൂ, ചെന്നൈയിൽ എന്ത് എയ്ഡാണ് അവർ കൊടുത്തത്? കാര്യം ചെന്നൈ അത് പ്രതികരിക്കുക, നമ്മൾ ജനാധിപത്യപരമായി പ്രതികരിക്കുന്ന ഒരു സംവിധാനം നമുക്കുണ്ട്. DMK ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല അവിടെ പ്രതികരിക്കുക എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഒരല്പം പേടിയും കൂടെ കാണുമെന്ന് ഞാൻ കണക്കാക്കുന്നു. കാര്യം ദ്രാവിഡ രാഷ്ട്രീയത്തിനോട് എന്നും കേന്ദ്രത്തിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരല്പം ഭയം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ കൂടുതലും ദേശീയ രാഷ്ട്രീയം സംസാരിക്കുകയും അല്ലെങ്കിൽ ഒരു ദേശീയ തലത്തിൽ നിൽക്കുന്ന നമുക്ക് മലയാളി എന്നുള്ള ബോധത്തിനെക്കാട്ടിലും കൂടുതൽ ഈ രാജ്യം എന്നുള്ള ബോധമാണ്. കാര്യം നമ്മുടെ നാട്ടിലുള്ള പാർട്ടികളെല്ലാം, പൊളിറ്റിക്കൽ പാർട്ടികളെല്ലാം നാഷണൽ പാർട്ടികളാണ്. കോൺഗ്രസ്, CPIM, BJP, കേരള കോൺഗ്രസ് എന്നൊക്കെ പറയുന്നത് ആണെങ്കിൽ പോലും അവരൊക്കെ UDFന്റെ ഭാഗമായോ അല്ലെങ്കിൽ LDFന്റെ ഭാഗമായോ നിൽക്കുന്ന ആൾക്കാരാണ്. ദ്രാവിഡൻ രാഷ്ട്രീയത്തിൽ അതല്ല സംഭവിക്കുന്നത്. അത് വ്യക്തമായി അവരുടെ പ്രതികരണം ലോക്കൽ ലെവലിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് സത്യം. ആ ഭയം അവർക്കുണ്ട്. ആന്ധ്രാപ്രദേശിന്റെ കാര്യത്തിലാണെങ്കിലും തമിഴ്നാടിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ പെട്ടെന്ന് സപ്പോർട്ട് വരുന്നതിന് കാരണം അതാണ്. നമുക്കത് പല ഘട്ടങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച് ഈ പറയുന്ന ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനം, സർക്കാർ ഏത് തന്നെ ആകട്ടെ, ആ സർക്കാരിലെ അതിന്റെ കീഴിൽ വരുന്ന ജനങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കത്തക്ക രീതിയിൽ ഒരു അന്തരീക്ഷം കേന്ദ്ര സർക്കാർ ഉണ്ടാക്കാതെ കോടതിയിൽ കിടന്ന് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുകയും എന്നാൽ 1 രൂപ, ഒരു നയ പൈസ പോലും ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം വളരെ പ്രകടമാണ്. അത് നമുക്ക് മനസ്സിലാകും. അത് കേരളത്തോടുള്ള വലിയ അവഗണനയാണ് എന്ന് പറയാതെ വയ്യ. ഇതിങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാര്യം കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ പ്രാവശ്യവും കോടതി കയറി ഇറങ്ങണം. കാര്യം ഇത്രയും വലിയ ഡാമേജ് സംഭവിച്ചതിന് ശേഷം നോക്കൂ, എത്ര പേര് മരിച്ചു. നമുക്കിവിടെ എത്രയോ ദിവസം അവിടുത്തെ നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട വന്നു ഇതിൽ നിന്നൊന്ന് റിവൈവ് ചെയ്ത് വരാൻ. ഇപ്പോഴും അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് എങ്ങനെയാണ് അവർ അവിടെ ജീവിക്കുന്നത്, അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അതിലേക്ക് വരാം അഡ്വക്കേറ്റ് ലാൽകുമാർ. ഇപ്പോൾ ലാൽകുമാർ ചൂണ്ടിക്കാട്ടിയ എന്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു BJP സർക്കാർ, കേന്ദ്ര സർക്കാർ എന്നിടത്ത് തമിഴ്നാടിനോടുള്ള ഒരു ഭയം, രാഷ്ട്രീയ ഭയം കേരളത്തോട് തോന്നേണ്ടതില്ല എന്ന BJPയുടെ ഒരു സാഹചര്യമാണോ? അതാണ് ആദ്യം ഒന്ന് അന്വേഷിക്കേണ്ടത്. എന്നിട്ട് നമുക്ക് കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് വരാം. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, എന്താണ് കേരളത്തോട് ഇങ്ങനെ? നിങ്ങളും BJPയുടെ കേരള ഘടകമാണല്ലോ, നിങ്ങൾക്കും ഇതൊക്കെ എങ്ങനെ പറയാൻ സാധിക്കുന്നു? വയനാട്ടിലെ ചൂരൽമല, മുണ്ടക്കൈ പ്രദേശത്തെ ആളുകൾ കൂടി അവർക്ക് ഉണ്ടായ ദുരന്തത്തിൽ സഹായിച്ചതിന് അവർ തന്നെ പണം കൊടുത്തോട്ടെ, അവർക്ക് കൂടി അവകാശപ്പെട്ട കേരളത്തിൻ്റെ പണം കൊടുക്കട്ടെ എന്നൊക്കെ പറയാൻ ഡൽഹിയിൽ ഇരിക്കുന്നവർക്ക് തോന്നുന്നത് അതേ വികാരത്തോടു കൂടി തന്നെയാണോ നിങ്ങളൊക്കെ പറയുന്നത്? ബഹുമാനപ്പെട്ട ഡോക്ടർ ലാൽ, എനിക്ക് അങ്ങയോട് ആദ്യമേ തന്നെ ഒരു അഭ്യർത്ഥന വെക്കാനുള്ളത്, നമ്മുടെ ഈ ചർച്ച ഒരു രാഷ്ട്രീയപരമായ ചർച്ച എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഇത് വസ്തുതാപരമായിട്ടുള്ളൊരു അന്വേഷണം എന്നുള്ള നിലക്ക് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സംസാരത്തിനിടയിൽ അങ്ങ് നമ്മുടെ രാഷ്ട്രീയ ചർച്ചയിൽ ഉണ്ടാക്കുന്നത് പോലെ ഒരു തടസ്സം ഉണ്ടാക്കരുതെന്ന് ഞാൻ ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുക. ഉപചോദ്യങ്ങൾക്ക് യാതൊരു തടസ്സവും ഞാൻ വെക്കുന്നില്ല. നമ്മുടെ രാജ്യത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ നടപടിക്രമങ്ങൾ സാധാരണ നിലക്ക് ചെയ്യുന്നത്
2010 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഹോം മിനിസ്ട്രി ഇറക്കിയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ്റെ ഓർഡറിൻ്റെ OM-ൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അതെല്ലാം ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ NDRF-ൻ്റെയും SDRF-ൻ്റെയൊക്കെ ഫണ്ടുകളുടെ അലോക്കേഷനും അതിൻ്റെ പെർസെൻറ്റേജും ഒക്കെ തീരുമാനിച്ച് സെൻട്രൽ ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതും എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്നതും ഒക്കെ ആ തരത്തിലാണ്. അങ്ങനെ നിലവിൽ 30/11/2024 അവസാനത്തെ അലോട്ട്മെൻറ്റ് അടക്കമുള്ള കാര്യങ്ങൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും അതാത് സംസ്ഥാനങ്ങളുടെ ഫണ്ട് അലോക്കേഷൻ അനുസരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു കണക്ക് വെച്ച് നോക്കിയാൽ നിലവിൽ കേരളത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ SDRF NDRF ഫണ്ടുകളുടെ അലോക്കേഷൻ അനുസരിച്ച് കിട്ടിയിട്ടുള്ളത് 291 കോടി രൂപ, 291.2, 96.8, ആകെ 388 കോടി രൂപ. മൂന്നാമത്തെയും ഗഡുക്കളായിട്ട് 145.6 കോടി രൂപ വീതം അങ്ങനെ ആണ് നിലവിൽ കിട്ടിയിട്ടുള്ള തുക. ഇതിനെ സംബന്ധിച്ച് എനിക്ക് ഇനി സൂചിപ്പിക്കാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യവും ഞാൻ ഈ ചർച്ചയിൽ ആധികാരികമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ കാരണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട കേരള സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള അവരുടെ 121 പേജിൽ അഫിഡവിറ്റിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് ഡോക്ടർ ലാൽകുമാർ അതെല്ലാം കൃത്യമായി പരിശോധിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ 2ാമത്തെ പേജുണ്ട് ഈ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള പറഞ്ഞു പോവുകയാണ്. അതിൻ്റെ 2ാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്നത് 2ാമത്തെ പേജിലെ അവസാനത്തെ കോളത്തിൽ മേജർ ജനറൽ എക്സ്പെൻസസ് എന്ന് പറയുന്ന ഹെഡിങ്ങിൽ D എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് KSEB ആസ് പെർ SDRF നോംസ് 9 കോടി രൂപ എന്നാണ്. ഞാൻ അതിൻ്റെ ഒരു കാരണം എൻ്റെ ഒരു അറിവനുസരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ രാജ്യത്തെ ഏത് ബജറ്റ് അവതരിപ്പിക്കുമ്പോഴും സംസ്ഥാന ബജറ്റാണെങ്കിലും കേന്ദ്ര ബജറ്റാണെങ്കിലും അത് അവതരിപ്പിക്കുമ്പോൾ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഫണ്ട് അലോക്കേഷൻ നടത്തി ആ ഫണ്ട് അലോക്കേഷൻ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെലവിൻ്റെ ഭാഗമായി വന്നാൽ ഡിപ്പാർട്ട്മെൻ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് വഴിയോ ബിൽ പേയ്മെൻറ്റ് വഴിയോ അത് കൊടുത്തു തീർക്കുക എന്നുള്ളതാണ്. എൻ്റെ ഒരു പരിമിതമായിട്ടുള്ള അറിവ് വെച്ചിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് KSEBയെ സംബന്ധിച്ച്, വാട്ടർ അതോറിറ്റിയെ സംബന്ധിച്ച്, കേരളത്തിലെ PWDയെ സംബന്ധിച്ച്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച്, ദേവസ്വം വകുപ്പുകളെ സംബന്ധിച്ച് ഈ തരത്തിലൊക്കെ ഉണ്ടാകുന്ന ചെലവുകൾ സാധാരണ നിലക്ക് അവർ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ബില്ല് കൊടുക്കുന്നു, അത് റീപേ ചെയ്യുന്നു. ഒന്നുകിൽ ബുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ പേയ്മെൻറ്റ് നടത്തിയിട്ട് അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ പണം കൈപ്പറ്റുന്നു എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് ചില സർക്കാർ ഓഫീസുകളുടെ ബില്ല് KSEB ഊരി ചില സർക്കാർ ഓഫീസുകളുടെ വാട്ടർ കണക്ഷൻ വാട്ടർ അതോറിറ്റി വിച്ഛേദിച്ചു. ഇതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് സർക്കാർ വകുപ്പുകൾക്കുള്ള ഫണ്ട് അലോട്ട്മെൻറ്റ് വകുപ്പിനനുസരിച്ച് കൊടുക്കുന്നത് പോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും കേന്ദ്ര ബജറ്റിൽ അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെ തന്നെ കൊടുക്കാൻ കഴിയും. SDRFനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. NDRFൻ്റെ ഫണ്ടിൽ നിന്ന് കൊടുക്കുന്ന പണം എടുത്തിട്ട് ചെലവഴിക്കാൻ കഴിയും. അങ്ങനെ ചെലവഴിച്ചിട്ടുള്ള പണമാണ് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ KSEBക്ക് SDRF ഫണ്ടിൽ നിന്ന് കൊടുത്തു എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പറയുന്ന 9 കോടി രൂപ. ഞാൻ അതിലേക്ക് അത് കൊടുക്കണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം അത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അത് ആ സർക്കാർ വകുപ്പിന് ചിലവായിട്ടുള്ള പണമാണ്. ഇനി അതേ അഫിഡവിറ്റിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അങ്ങയുടെ കയ്യിലത് ഉണ്ടാകാതിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ആ ഭാഗം കൂടി ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തു എന്ന് പറയുന്ന നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള ബില്ല്, ആ ബില്ല് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൻ്റെ പേജ് നമ്പർ 42 ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അത് പ്രകാരം അതിൻ്റെ 43ാമത്തെ പേജിൽ കൃത്യമായി ആ ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുള്ള, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആവശ്യപ്പെട്ടിട്ടുള്ള ബില്ലിൻ്റെ അനക്ഷർ കൊടുത്തിട്ടുണ്ട്. ആ അനക്ഷറിൽ 1 മുതൽ 6 വരെ എന്ന് പറയുന്നത് 2006 കൊടുത്തിട്ടുള്ളൊരു ബില്ലും 2016 17 കൊടുത്തിട്ടുള്ള 2 ബില്ലുകളുമാണ്. ഞാൻ അതിൻ്റെ തുകയൊന്ന് മാറ്റി വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2006 ഒരു ബില്ലിൽ 4.5 ലക്ഷം രൂപ കൊടുക്കാൻ പെൻഡിംഗ് ഉണ്ട്. 2016 5 ബില്ലുകളിലായി 2 കോടി രൂപ കൊടുക്കാൻ പെൻഡിംഗ് ഉണ്ട്. 2017 ഇതുപോലെ തന്നെ 6 ബില്ലുകളിലായി 9 കോടി രൂപ കൊടുക്കാൻ പെൻഡിംഗ് ഉണ്ട്. 2018 ഏതാണ്ട് 12 മുതൽ 51 വരെ ഏതാണ്ട് 39-40 ബില്ലുകളിലായി 100 കോടി രൂപ കൊടുക്കാനുണ്ട്. ഇത് പ്രളയ കാലഘട്ടത്തിലേതാണ്. 100 കോടി രൂപ കൊടുക്കാനുണ്ട്. 2019 ഇതുപോലെ തന്നെ 4-5 ബില്ലുകളിലായി 2.5 കോടി രൂപ കൊടുക്കാനുണ്ട്. 2021 4 ബില്ലുകളിലായി 3 കോടി രൂപ കൊടുക്കാനുണ്ട്. 2024 6 ബില്ലുകൾ, അതാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്.
6 ബില്ലുകളിലായി 13.5 കോടി രൂപ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് ശ്രീ ലാൽകുമാറൊക്കെ ഇപ്പോൾ സൂചിപ്പിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് വലിയ അവഗണന കാണിച്ചു, പണമെല്ലാം ചോദിച്ചു എന്ന് പറയുന്നത് 2006 ബില്ല്, 2016 ബില്ല്, 17 ബില്ല്, 18 ബില്ല് തുടങ്ങി ഇങ്ങോട്ടേക്ക് വന്ന് 2024 ബില്ല് വരെയുള്ള ടോട്ടൽ ബില്ലിനെ സംബന്ധിക്കുന്നതാണ് ഈ 132 കോടി രൂപ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു നമുക്ക് അതിലേക്ക് വരാം. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, നമുക്ക് ഇവിടെ ഈ ഘട്ടത്തിൽ 5 മിനിറ്റ് ഒറ്റ സെന്റൻസ് ഞാൻ പറയട്ടെ. ഒറ്റ സെന്റൻസ് പറഞ്ഞാൽ അവസാനിപ്പിക്കാന്ന്. ഇതിൽ ഏതെങ്കിലും ഒരു ബില്ല് സംസ്ഥാനം കൊടുത്തിട്ടുണ്ടോ? സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായി SDRF ഫണ്ടിൽ നിന്ന് കൊടുക്കണം. അങ്ങനെ കൊടുക്കാൻ കഴിയൂ. SDRF ഫണ്ടിൽ നിന്ന് മാത്രമേ ഇത് കൊടുക്കാൻ കഴിയൂ. അങ്ങനെ അതിനുള്ള വകുപ്പ് 12 വകുപ്പുകളിലായി ഞാൻ നേരത്തെ പറഞ്ഞ 2010 NDRFന്റെ നോംസ് അനുസരിച്ച് SDRF വരുന്ന ഫണ്ടിൽ നിന്നാണ് ഈ തരത്തിലുള്ള എക്സ്പെൻസുകൾക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ അല്ലാതെ ഏതെങ്കിലും ഒരു പണം സംസ്ഥാനത്തിന് കൊടുക്കേണ്ടി വ്യക്തമാണ്. താങ്കൾ പറയുന്ന കാര്യങ്ങൾ എനിക്ക് വ്യക്തതക്കുറവുള്ളത് കൊണ്ടല്ല ഞാൻ ഇടപെട്ടത്. താങ്കൾ അത് മനസ്സിലാക്കൂ. ഇതൊക്കെ നമ്മൾ ദിവസേന കേൾക്കുന്നുണ്ട്. ഇതെല്ലാം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിലുള്ള കാര്യങ്ങൾ താങ്കൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇതിലൊന്നും സംശയമില്ല. ഇത് വായിച്ചെടുക്കാൻ വേണ്ടി കേരളത്തിലെ BJPയുടെ പ്രതിനിധികൾ വൈകുന്നേരം നമ്മുടെ ചാനലുകളിൽ വന്നിരിക്കേണ്ടതുണ്ടോ? വേണ്ടല്ലോ. നമ്മുടെ ആളുകൾക്ക് സാക്ഷരതയുണ്ടല്ലോ, അവർക്കിത് വായിച്ചെടുക്കാമല്ലോ. എൻ്റെ ചോദ്യം അതായിരുന്നില്ല. ഞാൻ ആദ്യം താങ്കളോട് ചോദിച്ചത് എന്താണ്, കേരളത്തിലുള്ള അതെ ആ തെറ്റ് ഞാൻ ചെയ്തു. ഞാനിത് വായിച്ചില്ല. അതെ ഞാൻ വായിച്ചില്ല. എന്റെ വികാരം കേരളത്തിനൊപ്പമായിരുന്നു, വയനാടിനൊപ്പമായിരുന്നു, ചൂരൽമലയ്ക്കൊപ്പമായിരുന്നു, മുണ്ടക്കൈക്കൊപ്പമായിരുന്നു. അല്ല, താങ്കളുടെ വികാരം കേന്ദ്രത്തിലെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ, കേന്ദ്ര സർക്കാരിന്റെ അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്ന വികാരമാണ്. അവിടെയുള്ള വയനാട്ടിലുള്ള ഈ സ്പെഷ്യൽ പാക്കേജ് ആവശ്യമുള്ള ആളുകളുടെ വികാരമല്ല. അതാണ് ഞാൻ ആളുകൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തോണ്ടിരുന്നത്. ഇത് ആളുകൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് 5 മിനിറ്റ് ഞാൻ ഇടപെടാതിരുന്നതിന്റെ കാരണം ഇതാണ്. താങ്കളുടെ വികാരം ആളുകൾ മനസ്സിലാക്കണം. വയനാടിന്റെ വികാരമല്ല, ചൂരൽമലയുടെ വികാരമല്ല, എന്റെ വികാരം അതല്ല. താങ്കളുടെ വികാരത്തിനൊപ്പമല്ല ഞാൻ, വയനാടിന്റെ വികാരത്തിനൊപ്പമാണ് ആണ് ഞാൻ. അതുകൊണ്ട് താങ്കളോട് ചോദിക്കുകയാണ്. ഞാൻ അതുകൊണ്ട് താങ്കളോട് ആദ്യം ചോദിച്ച അതേ ചോദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് സാർ. അതായത് കേരളത്തിലെ BJPക്കാർക്ക് ഈ ഡൽഹിയിൽ ഇരിക്കുന്നവരുടെ അതേ വികാരമാണോ, അതോ നമ്മുടെ മലയാളികളുടെ ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്കൊപ്പം നിന്നുകൊണ്ട്, ഈ തമിഴ്നാട്ടിൽ ദുരന്തത്തിൽപ്പെട്ടവർക്കൊക്കെ അവരോടൊപ്പം നിന്നൊരു വികാരമുണ്ടല്ലോ, അതേ വികാരത്തോടു കൂടി കേരളത്തിന് വയനാട്ടിലൊരു സ്പെഷ്യൽ പാക്കേജ് വേണം, അല്ലാതെ 2006-ലും 2010-ലും കിട്ടാനുള്ളതുപോലെ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതല്ല, ഒരു സ്പെഷ്യൽ പാക്കേജ് വേണം എന്ന് നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ടോ? പറയാനെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ അതിനും ആശ്രയിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൻ്റെ ഭാഗം തന്നെയാണ്. അതിൻ്റെ കാരണം ഞാൻ അതല്ലാതെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് അങ്ങ് ധരിക്കുക രാഷ്ട്രീയപരമായി പറയുന്നു എന്നുള്ളതായിരിക്കും. അതേ അഫിഡവിറ്റിൽ തന്നെ മറ്റൊരു പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2221 കോടി രൂപയുടെ പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് 27/3/11 എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി അതിൻ്റെ അടുത്ത ഭാഗം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, അതേ റിപ്പോർട്ടിൽ തന്നെ അതിൻ്റെ അനക്ഷർ 4 ആയി മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നു. അതായത് ഇനി അങ്ങോട്ടേക്കുള്ള ചെലവുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കണക്കാക്കാൻ സർക്കാർ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ കണക്കാക്കാൻ പോകുന്നത് 2025 ജാനുവരി 15-ാം തീയതിക്കുള്ളിലാണ് എന്നും കൂടി പറയുന്ന ഗവൺമെന്റ് ഓർഡർ കൂടി അതിനകത്തുണ്ട്. ഇതൊക്കെ നോക്കിയാണോ തമിഴ്നാട്ടിൽ കൊടുത്തത്? ഇതൊക്കെ നോക്കിയാണോ ആന്ധ്രാപ്രദേശിൽ കൊടുത്തത്? ഇതൊക്കെ നോക്കിയാണോ ബീഹാറിൽ കൊടുത്തത്? ഇതൊക്കെ നോക്കിയാണോ ഒഡീഷയിൽ കൊടുത്തത്, ത്രിപുരയിൽ കൊടുത്തത്? കേരളത്തിന് മാത്രം അവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം സാർ. അങ്ങൊരു മലയാളിയല്ലേ, കേരളീയനല്ലേ, വയനാടിനോട് സ്നേഹമുള്ള ആളല്ലേ, അങ്ങിങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്?
30/11/2024 ഞാൻ എൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞു 30/11/2024 രാജ്യത്തെ 26 സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഫണ്ടുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിൽ കേരളത്തിന് കൊടുത്തിട്ടുള്ളതും പറയുന്നുണ്ട്, എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുത്തിട്ടുള്ളതും പറയുന്നുണ്ട്. ഇനി അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. ഞാൻ പൂർത്തിയാക്കട്ടെ. നിങ്ങൾ പറയുന്നത് 2221 കോടി രൂപ ആകെ ഇനി വേണം എന്നാണ്. എൻ്റെ അഭിപ്രായം തിരിച്ചാണ് ഡോക്ടർ ലാൽ. അങ്ങനെ അത് മാത്രം മതിയോ എന്നാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നത് അങ്ങയോട്. കേരളത്തിന് 2221 കോടി രൂപ കൊണ്ട് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള മുഴുവൻ നഷ്ടവും നികത്തി മുന്നോട്ട് പോകാൻ കഴിയുമോ? അങ്ങനെ കഴിയുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്രയോ കുറച്ചാണ് ആ ഫണ്ട് അവിടെ അങ്ങനെയാണെങ്കിൽ അത് പറയണം. ഇത് കുറഞ്ഞു പോയി, അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ ചോദിക്കുന്നു. BJPയുടെ അഭിപ്രായം ഇതാണ്. ഞങ്ങളുടെ കയ്യിൽ ഒരു രേഖയുണ്ട്, ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് കേരളം കൊടുത്ത പൈസയുടെ ആ തുകയല്ല. ഞങ്ങൾക്ക് ഒരു 5000 കോടി വേണമെന്ന് നിങ്ങൾ പറഞ്ഞോ ഇതുവരെ? ഇതൊരു തോപ്പിക്കാൻ വേണ്ടി എന്തോ വിളിച്ചു പറയുന്ന പോലെ ആയിപ്പോയില്ലേ? ഞാൻ വരാം. ഞാനൊരു 10 മിനിറ്റായി താങ്കളോടൊപ്പം നിൽക്കുന്നു. എനിക്ക് ഡോക്ടർ ശിവദാസനിലേക്ക് ഒന്ന് പോകണം. ഞാൻ വരാം. ആദ്യഘട്ടത്തിൽ ഞാൻ വരാം. സാർ ഇല്ല, തർക്കിക്കല്ലേ, ദയവായി തർക്കിക്കല്ലേ. ഞാൻ വരാം. അങ്ങയിലേക്ക് വരാം. ഡോക്ടർ ശിവദാസൻ ഞാൻ വരാം സാർ. രക്ഷാപ്രവർത്തനം കച്ചവടമാക്കുകയാണോ കേന്ദ്ര സർക്കാർ എന്ന ചോദ്യം വരുന്നത് എന്തുകൊണ്ടാണ്? രക്ഷാപ്രവർത്തനം കച്ചവടമാക്കുകയാണോ കേന്ദ്ര സർക്കാർ എന്ന ചോദ്യം വരുന്നത് എന്തുകൊണ്ടാണ് ഡോക്ടർ ശിവദാസൻ? ഇവിടെ BJPയുടെ പ്രതിനിധി ബഹുമാന്യായ ശ്രീ കൃഷ്ണദാസ് പറഞ്ഞിട്ടുള്ളതിനോട് ചില കാര്യങ്ങൾ ഒന്ന് പ്രതികരിച്ചില്ലെങ്കിൽ മോശമാവും എന്നുള്ളതുകൊണ്ട് അത് പറയാം. അദ്ദേഹം സുപ്രധാനമായ 2 ചോദ്യങ്ങളോട് പ്രതികരിച്ചേയില്ല. അതെന്താണ്? കേരളത്തിന് ഒരു സ്പെഷ്യൽ പാക്കേജ് വേണമെന്നാണോ നിങ്ങളുടെ അഭിപ്രായം, അതല്ല വേണ്ട എന്നാണോ? അദ്ദേഹം പ്രതികരിച്ചില്ല. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ എന്താണ്? കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മുഖ്യമായ വിഷയം ആരുമായി ബന്ധപ്പെട്ടതാണ്? യൂണിയൻ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ്. യൂണിയൻ ഗവൺമെൻറ്റാണ് സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കേണ്ടത്. ആ സ്പെഷ്യൽ പാക്കേജ് വേണമോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തോട് അദ്ദേഹം പ്രതികരിക്കുന്നില്ല. മൂന്നാമത് ഇനിയും അദ്ദേഹം പ്രതികരിക്കേണ്ടുന്ന വിഷയമുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി രാജ്യസഭയിൽ നടത്തിയൊരു പ്രതികരണമുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ളവർ രാജ്യസഭയിൽ വയനാടിന് സഹായം വേണമെന്ന് വിളിച്ച് അലറിപ്പറഞ്ഞപ്പോൾ ആ അലറിപ്പറഞ്ഞതിനോട് പ്രതികരണമായി ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം ഞങ്ങളെയെല്ലാം ആക്ഷേപിച്ചുകൊണ്ട് അപഹസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വയനാട് ദുരന്തത്തെക്കുറിച്ച് ഞങ്ങൾ 4 ദിവസം മുമ്പ്, ഞങ്ങളെന്ന് പറഞ്ഞാൽ യൂണിയൻ ഗവൺമെൻറ് 4 ദിവസം മുമ്പ് കേരളത്തെ അറിയിച്ചിരുന്നു. എന്നാൽ കേരളം സുരക്ഷാ നടപടികൾ എടുക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ദുരന്തമുണ്ടായതെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. തുടർച്ചയിൽ അദ്ദേഹം പറഞ്ഞു, ഗുജറാത്തിനും അതുപോലെ ഒഡീഷയ്ക്കും സമാനമായ വിവരം നൽകിയിരുന്നു. ഗുജറാത്തിൽ ഒരു കന്നുകാലി പോലും മരിച്ചില്ലെന്നും, ഗുജറാത്തിനെക്കുറിച്ച് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ ഒറീസയിൽ ഒരാൾ മരണപ്പെട്ടുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കഴിഞ്ഞ് ഉടൻ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നു. ആഭ്യന്തരമന്ത്രി രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. ആഭ്യന്തരമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പച്ച കള്ളമാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത് എന്നാണ്. ഞാൻ ഈ വാക്ക് വീണ്ടും പറയുകയാണ്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി രാജ്യസഭയെ, ഇന്ത്യൻ പാർലമെൻറ്റിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കൊടിയ നുണ പറഞ്ഞു എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ അത് നിഷേധിക്കാൻ BJPയുടെ പ്രതിനിധിക്ക് സാധ്യമാണോ? ഇനി വീണ്ടും കൂട്ടിച്ചേർക്കുകയാണ്. SDRFനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. SDRFനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് എന്താണ്? കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഈ ദുരന്തത്തെ നേരിടുന്നതിന് വേണ്ടി എന്തെങ്കിലും തുക ചെലവഴിച്ചിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എല്ലാ തുകയും ചെലവഴിച്ചിട്ടുള്ളത് SDRFിൽ നിന്നല്ലേ എന്നുള്ളതാണ് മറ്റൊരു വാദം. SDRF എന്ന് പറഞ്ഞാൽ ആകാശത്തു നിന്ന് വരുന്ന എന്തോ ഒരു സാധനമാണെന്ന് ചിലർ ധരിക്കുന്നുണ്ടാവും. അത് ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ അവരുടെ കുടുംബ സ്വത്തിൽ നിന്നെങ്ങാനും വീതിച്ചു തരുന്ന ഔദാര്യമായി കിട്ടുന്ന ഒരു വിഹിതമാണ് SDRF എന്ന് ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. അങ്ങനെയല്ല. SDRF എന്ന് പറയുന്നത് ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷൻ ഓരോ ഘട്ടത്തിലും ധനകാര്യ കമ്മീഷൻ നടത്തുന്ന തെളിവെടുപ്പുകളുടെ ഓരോ സംസ്ഥാനത്തിൻ്റെയും നികുതി വിഹിതത്തിൻ്റെ എല്ലാം ആനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന തുകയാണ്. അത് സംസ്ഥാനത്തിൻ്റെ തുകയാണ്.
അത് സംസ്ഥാനത്തിന് ചെലവഴിക്കാൻ അർഹതയുള്ള തുകയാണ്. അത് കേവലം ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ മാത്രം പശ്ചാത്തലത്തിൽ ചെലവഴിക്കപ്പെടേണ്ടുന്ന തുകയല്ല. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടാവുന്ന ഓരോ ദുരന്തത്തെയും നേരിടുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവഴിക്കേണ്ടുന്ന തുകയാണ്. ആ തുക ചെലവഴിക്കുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ നഷ്ടത്തിനും എത്രയാണ് നഷ്ടപരിഹാരം നൽകേണ്ടത് എന്നുൾപ്പെടെ അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപ്രകാരം കേരളത്തിന് ലഭ്യമായിട്ടുള്ള തുകയെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചതും കേരളത്തിന് നൽകിയ തുകയെന്ന് യൂണിയൻ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള 782.99 കോടി രൂപയിൽ നിന്ന് കേരളം ചെലവഴിച്ച തുകയുടെ കണക്കുകൾ വിശദമായി അത് കോടതിയിൽ സമർപ്പിക്കുകയും കോടതി അതിനെ അഭിനന്ദിച്ചുകൊണ്ട് ഞങ്ങൾ മധ്യസ്ഥം വഹിക്കാം എന്ന് പറയുന്നതിലേക്കും മാറുകയുണ്ടായി. പിന്നെ എന്താണ് ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി കാണണം. ഇവിടെ വയനാട്ടിൽ അവിടെ വീട് നഷ്ടപ്പെട്ടവരുണ്ട്, അവിടെ ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട്, അവിടെ നമുക്ക് കാണാതെ പോയിട്ടുള്ള മനുഷ്യരുണ്ട്. അവരെയൊക്കെ എങ്ങനെയാണ് സഹായിക്കുക? അവിടെ കേന്ദ്ര സർക്കാരിൻ്റെ SDRFൻ്റെ മാനദണ്ഡമനുസരിച്ച് സഹായിക്കാൻ പറ്റുന്ന തുക എന്ന് പറഞ്ഞാൽ, അവിടെ സഹായിക്കാൻ പറ്റുന്ന തുക എന്ന് പറഞ്ഞാൽ ഡാമേജ് വന്നിട്ടുള്ള വീടിന് കൊടുക്കാൻ പറ്റുന്ന തുക കേവലം 6500 രൂപ മാത്രമാണ് എന്നുള്ളത് ഓർമ്മിക്കേണ്ടുന്ന കാര്യമാണ്. കേവലം 6500 രൂപ. ബഹുമാന്യനായ കൃഷ്ണദാസ് പറയുന്നത് 6500 രൂപ മാത്രം നൽകിയാൽ മതി അവിടുത്തെ വീട് തകർന്നിട്ടുള്ള ആളുകൾക്ക് എന്നാണോ അദ്ദേഹം പറയുന്നത്? പക്കാ വീട് തകർന്നാൽ നൽകാൻ പറ്റുന്ന തുക, അല്ലെങ്കിൽ കച്ച ഹൗസ് തകർന്നാൽ കൊടുക്കാൻ പറ്റുന്ന തുക, അതിൻ്റെ കൂടെ പൂർണ്ണമായി തകർന്നാൽ, ഭാഗികമായി തകർന്നാൽ പറ്റുന്ന തുകയാണ് ഞാൻ പറഞ്ഞത്. പൂർണ്ണമായി തകർന്നില്ലെന്ന് ഈ സൂക്ഷ്മദർശിനിയുമായി വന്ന് നോക്കുന്ന ആളുകൾ ചിലപ്പോൾ പറയുമല്ലോ. കാരണം വയനാട്ടിലുണ്ടായിട്ടുള്ള ദുരന്തത്തിൽ മരണമടഞ്ഞത്, കുത്തിയൊലിച്ചു പോയത് എത്രയോ മനുഷ്യരാണ് എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. പക്ഷേ ഒരു മുൻ മന്ത്രി പറഞ്ഞത് എന്താണ്? അവിടെ ഒരു പഞ്ചായത്തൊന്നും ഒഴുകിപ്പോയിട്ടില്ലല്ലോ, കേവലം 3 വാർഡുകളിൽ മാത്രമല്ലേ അവിടെ ഈ ദുരന്തം ഉണ്ടായിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കൂ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ലാൻഡ് സ്ലൈഡ് ദുരന്തങ്ങളിലൊന്നാണ് വയനാട്ടിലെ ദുരന്തം. അവിടെ എത്ര ആളുകളാണ് മരണപ്പെട്ടവർ? 226 ആളുകൾ. അവിടെ നമുക്ക് ഭാഗികമായി ശരീരങ്ങൾ കിട്ടിയിട്ടുള്ള ആളുകൾ എത്രയാണ്? 200-നടുത്ത ആളുകൾ. അവിടെ ഇപ്പോഴും കണ്ടുകിട്ടാത്ത മനുഷ്യരായിട്ട് 150ഓളം പേരുടെ ആളുകളുടെ പേര് കിടക്കുകയാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അവിടെ കന്നുകാലികൾ നഷ്ടമായിട്ടുണ്ട്. അവിടെ വലിയ നിലയിൽ 10,000-ത്തിലധികം കോഴി അവിടെ നഷ്ടമായിട്ടുണ്ട്. അവിടെ ആടിനെ നഷ്ടമായിട്ടുണ്ട്. 5000-ത്തോളം ആടുകളെ. നോക്കൂ, ഒരു വീട്ടിൽ നിന്ന് ഒരു കോഴിയെ നഷ്ടപ്പെട്ട 100 രൂപയാണ് കൊടുക്കാൻ പറ്റുക. ഒരു പശുവിനെ നഷ്ടപ്പെട്ടാൽ എത്രയാണ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് കണക്കെടുത്ത് നോക്കുക. 1 ഏക്കർ സ്ഥലം അങ്ങനെ തന്നെ കുത്തിയൊലിച്ചു പോയാൽ കൊടുക്കാൻ പറ്റുന്ന തുക 47,000 ആണ്. 2 ഏക്കർ സ്ഥലം കുത്തിയൊലിച്ചു പോയാൽ കൊടുക്കാൻ പറ്റുന്ന തുക 53,000 ആണ്. 3 ഏക്കർ സ്ഥലം തകർന്ന് കുത്തിയൊലിച്ചു പോയാൽ കൊടുക്കാൻ പറ്റുന്നത് 58,000 രൂപയാണ്. ഇങ്ങനെ ഇത്രമേൽ ബന്ധനങ്ങളുള്ള ഒരു SDRFൻ്റെ ഘടന വച്ചായിരിക്കണം വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്നുള്ള നിങ്ങളുടെ ആ പിടിവാശി, അത് മനുഷ്യർക്ക് വേണ്ടിയല്ല, അത് നിങ്ങൾക്ക് മറ്റെന്തോ താല്പര്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഒറ്റ അഭ്യർത്ഥനയുള്ളൂ, അല്പം കണ്ണിച്ചോര ഉണ്ടാവണം, അല്പം മനുഷ്യത്വം ഉണ്ടാവണം. ഈ കേരളം ഇന്ത്യയുടെ ഭാഗമാണ് എന്ന ഒരു തോന്നലുണ്ടാവണം. ഇവിടെ മലയാളിയായി ജനിച്ച് മലയാളിയായി ജീവിച്ച മനുഷ്യർ അവർ BJP ആണ് എന്നുള്ള ഒറ്റ കാരണത്താൽ അവർ മനുഷ്യരാവാതിരിക്കരുത്. BJP ആണ്, RSS ആണ് എന്ന ഒറ്റ കാരണത്താൽ മലയാളിയായ മനുഷ്യർ കേരളത്തെയും മലയാളികളെയും ഈ ദുരന്തമുഖത്ത് തള്ളിപ്പറയുമ്പോൾ അവരെ മനുഷ്യരെന്ന് വിളിക്കാൻ മാനവികതയുള്ളവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്ന കാര്യം. ശരി, ഞാൻ ഡോക്ടർ ശിവദാസൻ പറഞ്ഞപ്പോഴും ഇടപെടാതിരുന്നത് ഈ കാര്യങ്ങളിൽ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് മുന്നോട്ട് വെച്ച ഒരു കാര്യമുണ്ട്. നമ്മൾ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് കുറേ ഫാക്റ്റുകൾ മുന്നോട്ട് പറയേണ്ടതുണ്ട് എന്നാണ്. രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് എങ്ങനെ സാധിക്കും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഫാക്റ്റുകൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളിൽ കൂടുതൽ സമയം അതിഥികൾക്ക് അനുവദിക്കുന്നതും. അഡ്വക്കേറ്റ് ലാൽകുമാർ, എന്തോ ഒരു താല്പര്യമുണ്ട് ഈ കാര്യത്തിൽ BJPയുടെ വക്താക്കൾക്ക്, കൃഷ്ണദാസിനെ പോലുള്ളവർക്ക് എന്ന് ഡോക്ടർ ശിവദാസൻ പറയുന്നതിൽ എന്തോ അർത്ഥമുണ്ടല്ലോ. അഡ്വക്കേറ്റ് ലാൽകുമാറിനോടാണ്.
ഈ കാര്യത്തിൽ എന്താണ് താങ്കൾക്ക് മനസ്സിലാകുന്നത്? പ്രധാനമന്ത്രി വന്ന് ഇവിടെ നൈസമോളയൊക്കെ എടുത്ത് താലോലിച്ചു പോയതിന് ഒരു ഫലമുണ്ടാകണ്ടേ? അതിന് ഫലം ഉണ്ടായില്ല എന്ന് നമുക്ക് തോന്നുന്നതാണോ? അദ്ദേഹത്തിന് ഫലമുണ്ടായോ? BJPക്ക് ഫലമുണ്ടായോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, ഇതിനകത്ത് രണ്ട് ആസ്പെക്ട് ഉണ്ട്. നോക്കൂ, പ്രധാനമന്ത്രി കേരളത്തിൽ വരികയും അദ്ദേഹം ഈ പറയുന്ന കുട്ടികളെയും അല്ലെങ്കിൽ കുടുംബങ്ങളെയും സമാശ്വസിപ്പിച്ചു എന്ന് പറയുന്നത് അത് ഞാൻ നെഗറ്റീവായിട്ട് എടുക്കുന്നില്ല, ഞാൻ അതിനെ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുക്കുന്നത്. കാര്യം ഒരു രാജ്യത്തിന്റെ തലവൻ ചെയ്യേണ്ട കാര്യങ്ങളാണത് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞ് എന്താണോ അദ്ദേഹം ചെയ്യേണ്ടത് അത് ചെയ്തില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. നോക്കൂ, കൃഷ്ണദാസ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. കൃഷ്ണദാസ് പറഞ്ഞതിനകത്ത് ഈ പറയുന്ന കണക്കുമായി ബന്ധപ്പെട്ട അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അക്കൗണ്ട് സെറ്റിലിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. അക്കൗണ്ടിൽ കാണും, യഥാർത്ഥത്തിൽ ട്രാൻസ്ഫർ കാണില്ല എന്നുള്ള ഒരു രീതിയിലും കൂടെ അദ്ദേഹം പറയുണ്ടായി. ഇന്ന് എന്റെ കയ്യിൽ ഒരു ലെറ്റർ ഇരിക്കുന്നത് വിക്രം ഗൗർ എന്ന് പറയുന്ന ജോയിന്റ് സെക്രട്ടറി, വൈസ് എയർ മാർഷൽ, അങ്ങനെ രണ്ടുപേരുടെയും രീതിയിലാണ് കത്ത് വന്നിരിക്കുന്നത്. വേണു IAS, ശ്രീ വേണു IAS, അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്ന ആൾക്ക്. അതിൽ ചോദിച്ചിരിക്കുന്നത് എയർ ലിഫ്റ്റ് ചെയ്തതിന്റെ ഒക്കെ പണമാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ അക്കൗണ്ട് സെറ്റിൽ ചെയ്തിട്ടില്ല, ബില്ല് സെറ്റിൽ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ആ സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞ കണക്ക് പേപ്പർ വഴിയുള്ള കണക്കല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, വ്യക്തമായി അല്ല. അല്ല, ഇനി പേപ്പർ വഴിയുള്ള കണക്കാണ്, ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിലും ഈ പണം കയ്യിലേക്ക് നോട്ട് എണ്ണി വാങ്ങുന്നില്ല എന്നല്ലേ ഉള്ളൂ. പൈസ അവിടെ വേണമല്ലോ, സംസ്ഥാനത്തിന്റെ അക്കൗണ്ടിൽ വേണമല്ലോ. നോക്കൂ, ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് ഇവരിപ്പോ എന്താ ഉദ്ദേശിക്കുന്നത്? കേരളത്തിലേക്ക് ഇത്രയും നമുക്ക് കം ടു ഇറ്റ്, വെയിറ്റ്. നമുക്കൊരു സ്പെഷ്യൽ പാക്കേജ് ഉണ്ടെങ്കിൽ മാത്രമേ ആ വിഷയം, അല്ലെങ്കിൽ വയനാട് എന്ന് പറയുന്ന ഈ ചൂരൽമല വിഷയം നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റൂ. അതിന് കൃഷ്ണദാസ് പറയുന്നത് എന്താണ്? കൃഷ്ണദാസ് പറയുന്നത് സാധാരണഗതിയിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന പണം SDRFിലേക്ക് നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. 200 കോടി കൊടുത്തിട്ടില്ലേ? അതല്ലല്ലോ ഇവിടുത്തെ ഡിസ്പ്യൂട്ട്. ആ കണക്ക് നോക്കി പഴയ കണക്ക് പറയാനാണെങ്കിൽ ആർക്കും പറ്റും. നമ്മൾ ചോദിക്കുന്നത്, ഇതുപോലെ അസാധാരണമായ ഒരു സംഭവം നടന്ന ഒരു നാട്ടിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് സ്പെഷ്യൽ പാക്കേജ് ഉണ്ടോ? നിങ്ങൾ എന്ത് എയ്ഡാണ് തരാൻ പോകുന്നത്? എയ്ഡ് പ്രഖ്യാപിച്ചോ? നാളെ എത്രയായി? ഈ ചോദ്യത്തിനൊന്നും മറുപടിയില്ല. കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ഫ്ലഡ് ഉണ്ടായതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഒരു എയ്ഡ് പ്രഖ്യാപിച്ചല്ലോ. അത് ഈ പറയുന്ന ഡീറ്റെയിൽസും ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിട്ടാണോ പ്രഖ്യാപിച്ചത്? അല്ല, കാര്യം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. എത്ര കോടിയാണ് ഇവിടെ പ്രഖ്യാപിച്ചത്? തമിഴ്നാടിന് ഇത്ര കോടി എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചല്ലോ. അതെന്തുകൊണ്ടാണ് ഇമ്മീഡിയറ്റ് റിലീഫ് എന്നുള്ള രീതിയിൽ പ്രഖ്യാപിക്കാൻ കാരണം? അതെന്തുകൊണ്ട് കേരള സംസ്ഥാനത്തിന് ബാധകമല്ല? അല്ല, അത് അവിടെ എം കെ സ്റ്റാലിനും ആ കാര്യത്തിൽ അണ്ണാമല ഉൾപ്പെടെ ഉള്ളവർക്കും ഒന്നും വ്യത്യസ്ത ശബ്ദമല്ല സർ. അതാ, ഇതിനകത്തെ 2-3 കാര്യങ്ങളുണ്ട്. അവിടെ അണ്ണാമലെ അങ്ങനെ വേറൊരു സ്റ്റാൻഡ് എടുത്താൽ അണ്ണാമലെ അവർ റെഡിയാക്കും. ഞാൻ അതാ പറഞ്ഞത്. അവിടെ ദ്രാവിഡ രാഷ്ട്രീയമാണ്. അണ്ണാമല നിന്നാലും BJP ആന്ന് പറഞ്ഞാൽ അവിടെ ഈ കളിയൊന്നും നടക്കത്തില്ല. ഇവിടെ ഈ സംസ്ഥാനത്ത് യഥാർത്ഥത്തിൽ BJPക്കാർ നമ്മുടെ കൂട്ടത്തിൽ ഈ വിഷയത്തിലുണ്ടോ? ചൂരൽമലയുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നരേന്ദ്രമോദിക്ക് വേണ്ടി നരേന്ദ്രമോദി പറയുന്ന ഒരു കാര്യത്തിനെ ഒരു അധാർമികമായ പൊസിഷനെ ജസ്റ്റിഫൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് കുറെ കണക്കൊക്കെ പറയും. അതിപ്പം ഞാൻ കൃഷ്ണദാസേട്ടനെ കുറ്റം പറയത്തൊന്നുമില്ല. കാര്യം അദ്ദേഹത്തിന് ഒരു പാർട്ടി വക്താവാണ്. അദ്ദേഹത്തിനെ പറഞ്ഞു ഈ പറയുന്ന പൊസിഷൻ ഡിഫെൻഡ് ചെയ്യാൻ പറഞ്ഞ് അദ്ദേഹം കുറെ കണക്ക് വന്നിട്ട് നമ്മൾക്ക് പറയും. എന്റെ ചോദ്യം വളരെ ലളിതമായ ചോദ്യമാണ്. ഇതിനകത്ത് ഈ കണക്കിന്റെ ബുക്കൊക്കെ അവിടെ മാറ്റി വെച്ചേ. ചെന്നൈക്ക് ഒരു എയ്ഡ് കൊടുത്തോ? നിങ്ങൾ ഇതിനിടയ്ക്ക് ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ ഇതുപോലെ ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടായി, കുറച്ച് കാര്യങ്ങൾ അവിടെ നഷ്ടപ്പെട്ടു, വലിയ ലാൻഡ് സ്ലൈഡ് അവിടെ ഉണ്ടായി. എയ്ഡ് കൊടുത്തു. ആ എയ്ഡ് കേരളത്തിൽ കൊടുക്കാത്തതിന് കാര്യം എന്താണ്? ഇതങ്ങ് പറഞ്ഞു. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? ഇതിനകത്ത് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ആ SDRF കൊടുത്ത കണക്കും SDRFിൽ അപ്പൊ തമിഴ്നാട്ടിൽ കൊടുത്ത കണക്കും നിങ്ങൾ എന്നാ പറയാത്തത്? SDRF സെപ്പറേറ്റ് ആണല്ലോ തമിഴ്നാട്ടിൽ കൊടുത്തത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ മേഘാലയ സംസ്ഥാനങ്ങളിൽ കൊടുത്തത് സെപ്പറേറ്റ് ആയിട്ട് SDRFിന് കൊടുത്തിട്ടില്ലേ? അപ്പൊ അതും ഇതും തമ്മിൽ എന്തിനാ മിക്സ് ചെയ്യുന്നത്? ആ SDRFിലേക്ക് നിങ്ങൾ ഫണ്ട് തന്നിട്ടുണ്ട്. അത് സാധാരണ സ്വാഭാവികമായി വരുന്നതല്ലേ? അത് നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് പറയാതെ സെപ്പറേറ്റ് ഗ്രാൻഡ് കിട്ടുമോ അല്ലെങ്കിൽ എയ്ഡ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് എന്താണ് മറുപടി എന്നുള്ളതാണ്. BJPക്ക് ഇപ്പം സഹാ ശിവദാസൻ ചോദിച്ചതുപോലെ നിങ്ങൾക്ക് തരണമെന്നാണോ വേണ്ടെന്നാണോ?
അല്ല വേണോ എന്നാണോ വേണ്ടതാണോ? അത്ഭുതം ലാൽകുമാർ, അത്ഭുതം വരുന്നത് ഇതിപ്പോ കിട്ടുമോ ഇല്ല എന്നുള്ളതിനേക്കാൾ ഇതിന്റെ ഒരു ആവശ്യം ബി ജെ പിക്കാർക്കില്ല. കേരളത്തിലെ ബി ജെ പിക്കാർക്ക് അവരത് പറയുന്നില്ല. ഇത് നോക്കൂ, കേരളത്തിൽ ഇത് ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനെ ഉറപ്പായിട്ട് ഞാൻ പറയുന്നത്, ഏറ്റവും ബി ജെ പിയുടെ ഏറ്റവും പൊളൈറ്റ് ഫേസുകളിൽ ഒന്നാണ്, ഒരു ജെന്റിൽ ഫേസുകളിൽ ഒന്നാണ് കൃഷ്ണേട്ടൻ ഞാൻ തമ്മിൽ നല്ല പരിചയമുള്ള ഒരാളാണ്. കാര്യം പറയാം കൃഷ്ണേട്ടാ, നിങ്ങൾ എത്ര പറഞ്ഞാലും ജനം വിശ്വസിക്കാൻ പോകുന്നില്ല. എത്ര പറഞ്ഞാലും വിശ്വസിക്കാൻ പോകുന്നില്ല. കാര്യം നിങ്ങൾ പറയുന്നു ഒരു 4 രൂപ തന്നിട്ടായിരുന്നു നിങ്ങൾ കണക്ക് പറയുന്നെങ്കിൽ അത് ആൾക്കാർ വിശ്വസിച്ചേനെ. ഞാൻ പറയുന്നത് വളരെ ലോക്കൽ സ്ലാങ്ങിലാണ്, എന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ പറയുന്നതിനകത്ത് കാര്യമുണ്ടെന്ന്. ഈ പറയുന്ന 1 രൂപ എടുത്ത് കൈ തന്നിട്ട് നീ ചായ കുടിച്ചോടാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണക്ക് ചിലവാക്കി ചോദിക്കുകയാണെങ്കിൽ രസമുണ്ട്. 10 രൂപ പോലും കൊടുക്കാതെ എന്നാൽ ഇവിടെ അവര് വന്നതുമായി ബന്ധപ്പെട്ട ചെലവ് അങ്ങോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ കണക്ക് പറയുക. പുസ്തകത്തിലെ കണക്ക് കാശാകത്തില്ല. ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു ലെറ്റർ എഴുതി 1 കോടി രൂപ ഞാൻ ഇന്നവരെ തന്നിരിക്കും എന്ന് പറഞ്ഞ് കൃഷ്ണേട്ടൻ ഒരു ലെറ്റർ എഴുതി തന്നാൽ 1 കോടി രൂപയാവോ? ഇല്ലല്ലോ. കാശിന് കാശ് തന്നെ വേണേ, അത് നമ്മൾ പ്രിന്റ് ചെയ്യുന്നില്ല. ഇതാണ് പ്രശ്നം. ഇതാണ് ലളിതമായ കണക്ക്, അല്ലാതെ വലിയ കോംപ്ലിക്കേഷൻസും വേണ്ട. ഇതിന് രാഷ്ട്രീയം ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഇങ്ങനൊരു ചർച്ച പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പോസിബിൾ അല്ല. ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയം ഒഴിവാക്കി നിർത്തേണ്ട പോയിന്റിൽ ഞാൻ ഒഴിവാക്കി നിർത്തിയല്ലോ. ഇപ്പൊ നരേന്ദ്രമോദി വന്ന് ഉമ്മ കൊടുത്തത്, അല്ലെ കുട്ടിയെ ഉമ്മ കൊടുത്ത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമാണെന്ന് വേണമെങ്കിൽ എനിക്കൊരു ആരോപണം ഉന്നയിക്കായിരുന്നല്ലോ. ആ ഭാഗം ഞാൻ വേണ്ടാന്ന് വെച്ചല്ലോ. ഞാനത് ശരിയല്ല എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. പക്ഷെ അല്ല, അത് താങ്കളുടെ മാന്യതയാണ്. അന്ന് നമ്മളും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം അത് എന്തിനു ഉപയോഗിക്കുന്നു, വടക്കേ ഇന്ത്യയിൽ മാധ്യമങ്ങളിലൊക്കെ അത് വേറെ രീതിയിലാണ് ഉപയോഗിക്കപ്പെട്ടത് എന്നൊക്കെ പറയുമ്പോ അതും എങ്ങനെ കാണണം? നോക്കൂ, അതാണ് നോക്കൂ, അദ്ദേഹം അത് ദുർവിനിയോഗം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് മൈലേജ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് ഇപ്പൊ എന്റെ ഒരു വിഷയമേ അല്ല ലാലെ. ഇത് ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ള ഞാൻ അതാ പറഞ്ഞ കമ്പാഷനേറ്റ് ഗ്രൗണ്ടിൽ അദ്ദേഹം പെരുമാറി എന്നുള്ളത് ഞാൻ എടുക്കാൻ തയ്യാറാണ്, പണം തന്നിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കുടുംബത്തെ 10 പേര് മരിച്ചുപോയി, അതിനകത്ത് ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. ആ പെൺകുട്ടിയെ പ്രധാനമന്ത്രി കൊച്ചിനെ എടുത്ത് കണ്ണീരൊപ്പി ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ചിന്റെ പ്രശ്നം സോൾവ് ആകുന്നുണ്ടോ? അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ശരി, അതിന് ഇത് വലിയ കണക്കും വലിയ ഭാഷയൊന്നും വേണ്ട. ആ കുട്ടി എങ്ങനെ മുന്നോട്ട് നീങ്ങും? സംസ്ഥാന സർക്കാരിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടോ? ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഫണ്ട് എന്ന് പറഞ്ഞൊരു കാര്യം, അത് ഈ വിഷയത്തിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ചർച്ച ചെയ്യുമ്പം നിങ്ങൾക്ക് ഇതിനകത്ത് കേരളവുമായി ബന്ധപ്പെട്ട് ഒരു ഇരട്ട നിലപാടുണ്ടോ? ഇത് ഈ സഖാവ് ശിവദാസൻ പറഞ്ഞ ഒരു വലിയ വിഷയമായിരുന്നു. നമുക്ക് ഈ പറയുന്ന ക്ലൗഡ് ബേസ്ഡ് ഉണ്ടാവുമെന്നും വലിയ മഴ ഉണ്ടാവുമെന്നും മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഇത് ഇൻഫർമേഷൻ തന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അങ്ങനൊരു സംഭവമേ ഈ രാജ്യത്ത് ഉണ്ടായിട്ടില്ലായിരുന്നു. പച്ചക്കള്ളമാണ് പാർലമെന്റിൽ പറഞ്ഞത്. ആ പച്ചക്കള്ളം പറഞ്ഞത് എന്തിനാണ്? ഇതൊക്കെ മുമ്പ് കേൾക്കാത്ത കാര്യങ്ങളാണ്. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, ഇതൊക്കെ ഒരു രാജ്യത്തെ സംസ്ഥാനങ്ങളെ നേരിടാൻ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾ, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ഇങ്ങനെയുള്ളവരൊക്കെ സഭയിലെ അംഗങ്ങളോട്, ആ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നവരോട് പച്ചക്കള്ളം പറയുക എന്നൊക്കെ പറയുന്നത് മുമ്പ് കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ്. പാർലമെൻറ്റിലൊക്കെ അങ്ങനെ സാധിക്കുമോ എന്നുള്ളത് അത്ഭുതമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇതാ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തിൽ അങ്ങനെയൊക്കെ കേൾക്കുന്നു. അവിടെ അത് നിൽക്കട്ടെ. എന്താണ് സംഭവിച്ചത്? കനിമൊഴി തമിഴ്നാട്ടിലെ ഒരു എം പിയാണ്. എം പി കേരളത്തിലെ വയനാടിന് വേണ്ടി സംസാരിക്കുമ്പോൾ നമ്മുടെ മന്ത്രി, തൃശ്ശൂരിൽ നിന്ന് ജനങ്ങൾ തിരഞ്ഞെടുത്ത് പോയ എം പി, അദ്ദേഹം അവിടെ ഇരുന്ന് കാണിച്ച കഥകളി മുദ്രകൾ ഇന്ന് വൈറലാണ്. ഇതൊക്കെ നിങ്ങളുടെ ചുമലിലാണ് വരുന്നത്, ബി ജെ പിയുടെ താല്പര്യമായി. ഇതൊക്കെയാണോ വയനാട് ചൂരൽമല മുണ്ടക്കൈ വിഷയത്തിൽ നിങ്ങളുടെ സന്ദേശം ഈ സംസ്ഥാനത്തിന് കൊടുക്കാനുള്ളത്? പണത്തിൻ്റെ കാര്യത്തിൽ, പാക്കേജിൻ്റെ കാര്യത്തിൽ, പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ? ഡോക്ടർ ലാൽ, എനിക്ക് ഈ കാര്യത്തിൽ ഡോക്ടർ ശിവദാസൻ നേരത്തെ സൂചിപ്പിച്ചത് ഞാൻ എന്തോ തെറ്റിദ്ധാരണജനകമായി ഈ കണക്കുകളെക്കുറിച്ച് പറഞ്ഞു എന്നാണ്. ഞാൻ അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആ കണക്കുകൾ പറഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗം പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നാണ്. ഡോക്ടർ ശിവദാസൻ അങ്ങ് കേൾക്കാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു രേഖയും ഞാൻ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നില്ല.
സംസ്ഥാന ഗവൺമെൻറ് ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് മാത്രമേ ഉദ്ധരിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. അങ്ങ് കേൾക്കാത്തത് കൊണ്ടായിരിക്കും ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഡോക്ടർ ലാൽ ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലാവാത്തത്, എങ്ങനെയാണ് നിങ്ങൾക്ക് 3 പേർക്കും ഒരുപോലെ കള്ളം പറയാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഞാൻ കള്ളം പറയുന്നു എന്ന് പറയുന്നത് വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പറയാൻ കഴിയുന്നു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാന ഗവൺമെൻറ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കണക്കുകളടക്കം 121 പേജുള്ള ഒരു അഫിഡവിറ്റ് കൊടുക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ നിങ്ങൾ പറയുകയാണ് അതങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേരളത്തിലെ മന്ത്രിസഭയെയും കേരളത്തിലെ മുഖ്യമന്ത്രിയെയും സംസ്ഥാന ഗവൺമെന്റിനെയും നിങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് താങ്കൾ പറഞ്ഞത് കള്ളമാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഭാഗികമായി താങ്കൾ പറഞ്ഞതിൽ സത്യങ്ങളുണ്ട്. താങ്കൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഞാൻ ചോദിച്ച ചോദ്യം അതായിരുന്നില്ല. സ്പെഷ്യൽ പാക്കേജ് വേണ്ടേ? വയനാടിന്റെ കാര്യത്തിൽ സ്പെഷ്യൽ പാക്കേജ് വേണ്ടേ? അതാണ് ചോദ്യം. അതിനെക്കുറിച്ച് താങ്കൾ തൊട്ടില്ലല്ലോ, താങ്കൾ ഒന്നും പറഞ്ഞില്ലല്ലോ. അത് ചോദിക്കുമ്പോ സ്പെഷ്യൽ പാക്കേജ് ചോദിക്കുമ്പോ SDRFന്റെ ചരിത്രമാണ് താങ്കൾ പറയുന്നത്. പറയൂ. അല്ലെന്ന് ഞാനിതാ എനിക്ക് ലാലിനോടുള്ള ഒറ്റ അഭിപ്രായ വ്യത്യാസം ഇതാണ്. നിങ്ങൾ ചോദിക്കുന്ന അതേ ചോദ്യത്തിന് തന്നെ ഞാൻ അതേ ആൻസറിൽ യെസ് ഓർ നോ പറയണമെന്ന് നിങ്ങൾ ശഠിക്കരുത്. ഞാൻ എന്റെ ഭാഗം പറഞ്ഞ് പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകും. ആ ഉത്തരം കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ചോദ്യം മാറ്റി ചോദിക്കുന്നു. കഴിഞ്ഞ ടേണിൽ ഞാൻ എൻ്റെ ഭാഗം പറയാൻ അവസാനത്തെ ഉത്തരം പറയാൻ വന്നപ്പോൾ നിങ്ങൾ ടേൺ മാറ്റി. എനിക്ക് പരാതിയില്ല, പക്ഷേ എനിക്ക് പറയാനുള്ളത് എനിക്ക് പൂർത്തിയാക്കണം. അല്ല, താങ്കൾ പറഞ്ഞോളൂ. എനിക്ക് വയനാട് പാക്കേജിന്റെ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രത്യേക പാക്കേജിന്റെ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള ഒരു ചോദ്യമുണ്ട്. അത് താങ്കൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ആ ചോദ്യം അതിനനുസരിച്ച് ഇട്ടോളാം. താങ്കൾ അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. ചോദ്യം രണ്ടാമതാണല്ലോ വരേണ്ടത്. പറഞ്ഞോളൂ. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ ആദ്യം പറയാം. നിങ്ങളുടെ സംസ്ഥാന സർക്കാരിൻ്റെ കണക്കുകൾ അനുസരിച്ച് എന്ന് പറഞ്ഞാൽ സംസ്ഥാനം അവിടെ നടത്തിയിട്ടുള്ള പഠനത്തിൻ്റെയും റിപ്പോർട്ടുകളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുള്ളത് 2221 കോടി രൂപയുടെ പാക്കേജാണ് എന്നാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഫിഡവിറ്റ് പറയുന്നത്. ഞാൻ പറയുന്നത് തിരിച്ചാണ് ഡോക്ടർ ലാൽ. അത് പറയാൻ എന്നെ അങ്ങ് അനുവദിച്ചില്ലല്ലോ. ഈ 2221 കോടി രൂപ കൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ വയനാട്ടിൽ പണികൾ ഒന്നും പൂർത്തിയാക്കാൻ കഴിയില്ല. എനിക്ക് അവിടെയാണ് ഡോക്ടർ ശിവദാസനോട് അഭിപ്രായ വ്യത്യാസമുള്ളത്. അങ്ങ് പറഞ്ഞത് അങ്ങ് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്ര രൂപ വെച്ച് കൊടുക്കാൻ കഴിയുമോ, കന്നുകാലിക്ക് കൊടുക്കാൻ കഴിയുമോ, കോഴികൾക്ക് കൊടുക്കാൻ കഴിയുമോ, നഷ്ടപ്പെട്ടുള്ള സാധനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ? ഡോക്ടർ ശിവദാസൻ, ഇത് കൊടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കൊടുക്കാൻ കഴിയില്ല. അങ്ങ് പറയുന്നത് ഇതെന്തോ കേന്ദ്രം ഇത്ര കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയല്ല. അങ്ങ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതെ, അങ്ങ് ഒരു ബഹുമാനപ്പെട്ട MP അല്ലേ, ഇടതുപക്ഷത്തിൻ്റെ വക്താവല്ലേ, അങ്ങ് തെറ്റിദ്ധരിപ്പിക്കാതെ. ഞാൻ ഡോക്ടർ ലാലിനോട് സൂചിപ്പിക്കുന്നത് വയനാടിൻ്റെ പുനരധിവാസത്തിന് ഇനി കേന്ദ്ര ഗവൺമെന്റ് 2221 കോടി രൂപ അങ്ങനെ തന്നെ അനുവദിച്ചു വന്നിരിക്കട്ടെ. ഞാൻ പറയുന്നത് അവിടെ 5000 കോടി ഇല്ലാതെ ചെലവാക്കി അവിടെ പദ്ധതികൾ നടപ്പാക്കാതെ പൂർത്തിയാക്കാൻ കഴിയില്ല എന്നാണ്. കേന്ദ്രത്തിന് നിവേദനം കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിൽ എവിടെയെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ? 5000 കോടി വേണമെന്ന് പറഞ്ഞോ? ആദ്യമായിട്ട് താങ്കൾ ഒരു ചാനൽ ചർച്ചയിൽ ഇത് പറയുന്നത് ഞാൻ ഇന്നാണ് കേട്ടത്. താങ്കളുടേതായ ഒരു അഭിപ്രായം, ഒരു ഊഹം പോലെ. അല്ല ഡോക്ടർ ലാൽ, എന്തിനാണ് അങ്ങ് ഞാൻ പറയുന്നതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കുന്നത്? അങ്ങ് ഒരു സാമാന്യ മര്യാദ കാണിക്കുക. ഞാൻ പറഞ്ഞത് ഞാൻ പൂർത്തിയാക്കുമ്പോൾ അങ്ങേക്ക് മനസ്സിലാവും ഞാൻ എന്താ പറഞ്ഞതെന്നുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിൻ്റെ മന്ത്രിസഭ 30/7/2024 ശേഷം അങ്ങ് പറഞ്ഞല്ലോ പ്രധാനമന്ത്രി പോയി കുട്ടികളെ വാരിപ്പുണർന്നു, അതിനുശേഷം ഒന്നും കൊടുത്തില്ല, ആ കുട്ടികളുടെ കണ്ണീര് കാണേണ്ടതെന്ന്. കേരളത്തിലെ മന്ത്രിമാർ പോയില്ലേ? കേരളത്തിലെ മുഖ്യമന്ത്രി പോയില്ലേ? ഇതേ കാര്യങ്ങളെല്ലാം അവിടെ നടന്നില്ലേ? ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റായ കാര്യം പറഞ്ഞോ? അങ്ങയുടെ ഇൻട്രൊഡക്ഷനിലും മറ്റ് ഇതിലെ അതിഥികളും സൂചിപ്പിച്ചതുപോലെ ആരെങ്കിലും അതിലെ തെറ്റായ എന്തെങ്കിലും കാര്യങ്ങൾ സൂചിപ്പിച്ചോ? അതെല്ലാം ഒരു ദുരന്ത മുഖത്ത് നടക്കുന്ന, അവരെ ആശ്വസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾ കാണിക്കുന്നത് പോലെ ആ കാര്യത്തിൽ ഏതെങ്കിലും തെറ്റായൊരു കാര്യം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അല്ല, മുഖ്യമന്ത്രി എവിടെ പോയതിനും ഇവിടുത്തെ റവന്യൂ മന്ത്രി എവിടെ പോയതിനുമൊക്കെ ഈ SDRFിൽ നിന്ന് പൈസ എടുത്ത് ചെലവാക്കുന്നത് എനിക്കറിയില്ല. SDRFിൽ നിന്ന് പൈസ എടുത്ത് ചെലവാക്കിയിട്ടാണോ ഇവിടെ ആളിലൊക്കെ അവിടെ പോയി ഉമ്മ വെക്കുന്നത്? വളരെ മോശമാണ് ഡോക്ടർ ലാൽ, വളരെ മോശം. എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ 2 കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കാം. 12 തവണയിലധികമാണ് എൻ്റെ അറിവനുസരിച്ച് കേരളത്തിൻ്റെ മന്ത്രിസഭ അതിനുശേഷം മന്ത്രിസഭാ യോഗം കൂടിയിട്ടുള്ളത്. കേരളത്തിൻ്റെ സംസ്ഥാനത്തിൽ നിന്ന് ഒരു 2000 കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് വയനാടിൻ്റെ പാക്കേജായി ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുണ്ടോ? ഞാൻ എൻ്റെ 5000 കോടി പറഞ്ഞതിൽ
ബാക്കി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ഒരു 2000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. സംസ്ഥാന ഗവൺമെന്റിന് എന്താണ് പാക്കേജ് പ്രഖ്യാപിക്കാൻ ബുദ്ധിമുട്ടുള്ളത്? സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ ഇപ്പോൾ SDRFന്റെ ഫണ്ടിന്റെ ഭാഗമായി 658 കോടി രൂപ ഇരിക്കുന്നുണ്ട്. ഇത് ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അതേ സ്റ്റേറ്റ്മെന്റിന്റെ അടുത്ത പേജിൽ അടുത്ത പാരഗ്രാഫിൽ പറയുന്ന ഒരു കാര്യം കൂടി ഞാൻ ലാലിനോട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കാരണം നിങ്ങൾ കള്ളക്കണക്കുകൾ പറയുന്നത് എനിക്ക് കൂടുതൽ പറയാനില്ല. 682 കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയത്. ഞാൻ പറയുന്നതല്ല, സംസ്ഥാന സർക്കാർ പറയുന്നത്. അതിൽ 7.65 കോടി രൂപയാണ് ആകെ ചെലവാക്കിയിട്ടുള്ളത് നാളിതുവരെ. അതിൽ 675 കോടി രൂപ ബാക്കിയിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ആ 675ഉം പിന്നെ ഒരു 1500 കോടിയും കൂടി ചേർത്ത് നിങ്ങൾ 2250 2500 കോടി രൂപയുടെ ഒരു പാക്കേജ് മന്ത്രിസഭ പ്രഖ്യാപിക്ക്. അത് നടപ്പാക്കാൻ തുടങ്ങാൻ ആ നടപടികൾ കേന്ദ്രത്തിന്റെ അത് കിട്ടുമെന്ന് അല്ല, നിങ്ങൾക്കൊരാശങ്കയും വേണ്ട. ആ കാര്യത്തിലൊരു ആശങ്കയും നിങ്ങൾക്ക് വേണ്ട. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണം അണാപ്പഴി കൂടാതെ നിങ്ങൾക്ക് കിട്ടും. അത് റെയിൽവേയുടെ കാര്യത്തിലാണെങ്കിലും ബന്ധപ്പെട്ട രാജ്യത്തെ സംസ്ഥാനത്തെ എല്ലാ പാക്കേജും കിട്ടും. എല്ലാ പാക്കേജും കിട്ടുമെന്ന്. എല്ലാ പാക്കേജും അതിന്റെ പ്രോസസ്സിനനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എല്ലാ പാക്കേജും നിങ്ങൾക്ക് കിട്ടും. ഞാൻ നിങ്ങളെ വെല്ലുവിളിച്ച് ചോദിക്കുന്നത്, സംസ്ഥാനത്തിന്റെ മന്ത്രിസഭ 12-ലധികം തവണ മന്ത്രിസഭാ യോഗം കൂടി 1 രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചോ? വയനാടിന് വേണ്ടി 1 രൂപയുടെ പാക്കേജ്, 1 രൂപ തൊട്ടിന്റെ പാക്കേജ് പ്രഖ്യാപിച്ചോ? ഇല്ലല്ലോ. ഇനി കിട്ടാനുള്ള പണത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ, പാക്കേജിന്റെ ഒക്കെ കാര്യങ്ങൾ അറിയുമ്പോഴാണല്ലോ ഡോക്ടർ ശിവദാസൻ താങ്കൾ സംസ്ഥാന ഗവൺമെന്റ് എന്തിനാണ് അതിന്റെ ആവശ്യമില്ലല്ലോ. അറിയുന്ന ആളാണല്ലോ. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഈ കൃഷ്ണദാസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭയുടെ കാര്യം പറ, സംസ്ഥാന മന്ത്രിസഭയുടെ കാര്യം പറ, എന്നിട്ട് അവിടെ രാജ്യസഭയുടെ കാര്യത്തിലേക്ക് പോകാൻ. സംസ്ഥാന മന്ത്രിസഭയുടെ കാര്യം പറയാം, എന്നിട്ട് അവിടെ രാജ്യസഭയുടെ കാര്യത്തിലേക്ക് പോകാൻ. സംസ്ഥാന മന്ത്രിസഭ കൂടിയിട്ട് എന്താ തീരുമാനിച്ചതെന്നൊന്ന് സൂചിപ്പിക്ക് ഡോക്ടർ ശിവദാസൻ. മനുഷ്യവിരുദ്ധതയുടെ വൈകൃതത്തിൻ്റെ പരമകോടിയിലാണ് RSSും BJP ഇപ്പം നിൽക്കുന്നത് എന്നുള്ളത് അവരുടെ നേതാക്കന്മാരുടെ പ്രതികരണത്തിൽ നിന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ യൂണിയൻ ഗവൺമെൻറ് സ്പെഷ്യൽ പാക്കേജ് നൽകണമെന്ന ആവശ്യത്തോട് എന്താണ് നിങ്ങളുടെ പ്രതികരണമെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ പോലും അവർ സന്നദ്ധരാകുന്നില്ല. ഇനി അതിനപ്പുറത്ത് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കളവുകളുടെ, കൊടിയ നുണകളുടെ ആ പ്രചരണം ഏറ്റെടുത്ത് RSSൻ്റെ പ്രചാരകന്മാർ ഓരോ സ്ഥലത്തും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞതിനെക്കുറിച്ച് പ്രതികരിക്കാൻ, അത് തെറ്റാണെന്ന് പറയാൻ കേരളത്തെ സ്നേഹിക്കുന്ന മലയാളിയായ ഒരു മനുഷ്യന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ്. അത് വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ വിഷം RSSൻ്റെ രാഷ്ട്രീയം തലയിൽ പേറുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം. 2, ഇവിടെ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം, ആ പ്രവർത്തനം അത് എത്രമേൽ ആഴമേറിയതും എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ളതാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. CNDRFിൽ കിട്ടിയിട്ടുള്ള പണത്തെക്കുറിച്ച് പറഞ്ഞു. ആ CNDRFിലെ പണമെന്ന് പറഞ്ഞത് കേരള വിരുദ്ധരായിട്ടുള്ള, മലയാളി വിരുദ്ധരായിട്ടുള്ള, തലയിൽ വിഷമേറ്റി നടക്കുന്ന ആളുകളുടെ പണമല്ല. അത് കേരളത്തെ സ്നേഹിക്കുന്ന മലയാളികളും മലയാളികളല്ലാത്തവരുമായിട്ടുള്ള നല്ല മനുഷ്യർ, വയനാടിനെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ അവരുടെ പ്രതിമാസ ശമ്പളം നൽകി, അവരുടെ വരുമാനത്തിൻ്റെ ഒരു വിഹിതം നൽകി, അവർ ഹോട്ടലിലാവട്ടെ, ബീഡി തെറുക്കുന്നവരാവട്ടെ, തയ്യൽ പണിക്കാരനാവട്ടെ, ഓട്ടോറിക്ഷ തൊഴിലാളിയാവട്ടെ, പിഞ്ചുകുട്ടികളുടെ അവർ തൻ്റെ വീട്ടിൽ സൂക്ഷിച്ച ആ അവരുടെ കോയിൻസുകളുടെ ചേർത്ത് വെച്ചുണ്ടാക്കിയ തുകയാവട്ടെ, അതെല്ലാം നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് CNDRF. ആ CNDRFിൻ്റെ പിൻബലത്തിലാണ് വയനാട്ടിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് അറിയാതെ പോകണ്ട. എന്താണ് CNDRFിലൂടെ നടത്തിയ പ്രവർത്തനം എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരം തന്നെ ആദ്യം തരാം. അത് ഇത്രയും മാസങ്ങളായിട്ട് അവിടുത്തെ മനുഷ്യർക്ക് താമസിക്കാനുള്ള സൗകര്യമൊരുക്കിയ ഒരു സർക്കാർ, ഈ കഴിഞ്ഞുപോയ പിന്നിട്ട മാസങ്ങളിൽ അവിടെ പഠിക്കേണ്ടുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാലയത്തിൽ പോകാനുള്ള സൗകര്യമൊരുക്കിയിട്ടുള്ള
സർക്കാർ അവിടെ എല്ലാവരെയും നഷ്ടപ്പെട്ടിട്ടുള്ള അവിടുത്തെ പാവപ്പെട്ട ആളുകൾ അവരെ ചേർത്ത് പിടിച്ച ശ്രുതിയെപ്പോലുള്ള ഏറ്റവും അർഹരായിട്ടുള്ള ആളുകളെ സംസ്ഥാന സർവീസിൽ ജോലിക്കെടുത്തിട്ടുള്ള ഒരു സർക്കാർ, കനിവിൻ്റെ മഹത്തായ അടയാളപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള സർക്കാർ, ആ സർക്കാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ അങ്ങ് കാണാതിരിക്കുകയാണ്. ടാറ്റ നൽകിയിട്ടുള്ള 500 കോടി PM കെയർ ഫണ്ടിലുണ്ട്. ആ PM കെയർ ഫണ്ടിൽ നിന്ന് എത്ര രൂപയാണ് വയനാട്ടിൽ കൊടുത്തത്? ടാറ്റ മാത്രം നൽകിയതാണ് 500 കോടി. ഇന്ത്യയിലെ വ്യവസായികളിൽ നിന്നൊക്കെ വാങ്ങി വച്ചിട്ടുള്ള കോടിക്കണക്കിന് രൂപ PM കെയറിലുണ്ട്. അതിൻ്റെ കണക്ക് ഒന്ന് പുറത്തു പറഞ്ഞോ? അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള തുക ആർക്കാണൊക്കെയാണ് കൊടുത്തതെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളോടൊപ്പം നിൽക്കുന്ന പലരും കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതെന്താണ്? PM കെയറിലെ പണം അത് RSSൻ്റെയും അനുബന്ധ സംഘടനകൾക്കുമാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പല കോണുകളിൽ നിന്ന് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് PM കെയറിലെ കണക്ക് പുറത്തുവിടാത്തത്? എന്തുകൊണ്ടാണ് PM കെയർ ഓഡിറ്റ് ചെയ്യാത്തത്? എന്നാൽ അഭിമാനത്തോടെ മലയാളികൾക്ക് പറയാൻ പറ്റും, അഭിമാനത്തോടു കൂടി കേരളീയർക്ക് പറയാൻ പറ്റും, ഞങ്ങളുടെ നാട്ടിലൊരു CMDRF ഉണ്ട്. ആ CMDRFിൽ കിട്ടുന്ന ഓരോ രൂപയും അത് ഓഡിറ്റിന് വിധേയമാക്കപ്പെടുന്നതും അത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ തുറന്ന പുസ്തകം പോലെ എല്ലാ മനുഷ്യർക്കും കാണാൻ പറ്റുന്നതുമാണ്. ഇനി നിങ്ങൾ പറഞ്ഞു ഒരു പുസ്തകം അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ച്. ഈ ബില്ലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കേവലം പുസ്തകം അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണെന്ന് പറഞ്ഞു വച്ചല്ലോ. അറിഞ്ഞുകൊള്ളുക, നേരത്തെ 100 കോടി രൂപയാണ് ഈ കേരളത്തിലെ സർക്കാർ അങ്ങനെ വന്ന ഒരു ബില്ലിൻ്റെ മുകളിൽ പേ ചെയ്തിട്ടുള്ള പണം എന്നുള്ളത് ഓർക്കണം. കേരളത്തിലെ സർക്കാർ നിങ്ങൾ തന്നിട്ടുള്ള അരി വാങ്ങിയിട്ട് പ്രളയകാലത്ത് വിതരണം നടത്തിയപ്പോൾ ആ പ്രളയത്തിൻ്റെ കാലത്ത് കൊടുത്ത അരിക്ക് കണക്ക് പറഞ്ഞ് പൈസ ചോദിച്ചിട്ടുള്ള ഒരു സർക്കാരാണ് യൂണിയൻ ഭരിക്കുന്നത്. ആ യൂണിയൻ സർക്കാരിലെ ഒരു മന്ത്രി, എൻവിറോൺമെൻറ്റ് മിനിസ്റ്റർ, അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ദുരന്തം, വയനാട്ടിലെ ദുരന്തം, ചൂരൽമലയിലെ പാവങ്ങൾക്ക് ജീവനും ജീവിതവും നഷ്ടപ്പെട്ടിട്ടുള്ള ആ ദുരന്തം അത് മനുഷ്യനിർമ്മിതമാണ് എന്നാണ്. അവിടെ അനധികൃതമായി പ്രവർത്തിക്കുന്ന കോറികളും ഇല്ലീഗലായി പ്രവർത്തിക്കുന്ന മറ്റ് പ്രവർത്തികളുമാണ് അവിടെ ദുരിതമുണ്ടാക്കിയിട്ടുള്ളതെന്നാണ്. പിന്നീട് അത് അസത്യമാണ് എന്ന് തെളിഞ്ഞില്ലേ? എന്തെല്ലാം തെറ്റുകളാണ്, എന്തെല്ലാം കൊടിയ നുണകളാണ് ഈ നാട്ടിൽ RSSൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ നിങ്ങൾക്ക്, മലയാളികളോട്, കേരളക്കാരോട്, വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യരോട് നിങ്ങൾക്ക് സ്നേഹം ഇല്ല, അശേഷമെന്നുള്ളത് ഞങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഓർത്തുകൊള്ളുക, ഈ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വേട്ടയാടുന്ന ഒരു നയം, ആ നയം ഇന്ത്യയിലെ മനുഷ്യസ്നേഹികളായ മനുഷ്യർ പൊറുക്കില്ല. ഇന്ത്യ എന്നുള്ളത് മാനവികത ഉയർത്തിപ്പിടിക്കുന്ന കോടിക്കണക്കായ മനുഷ്യരുള്ള രാജ്യമാണ്. അതുകൊണ്ട് കേരളം ഒറ്റപ്പെട്ടു പോകില്ല എന്ന ആത്മവിശ്വാസം മലയാളികൾക്ക്, കേരളീയർക്കുണ്ട്. എന്തായാലും ഒരു ഇടവേളയിലേക്ക് പോകേണ്ട സമയമാണ്. കള്ളം ആരാണ് പ്രചരിപ്പിക്കുന്നത്? ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞ ആദ്യ കള്ളം മുതൽ ഇങ്ങോട്ട് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് തൊടാത്തിടത്താണ് ഈ ചോദ്യം വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 153 കോടി രൂപ SDRFിൽ നിന്ന് തട്ടിക്കഴിക്കാനായി കോടതിയിൽ തന്നെ പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അതിൽ പോലും മാനദണ്ഡങ്ങൾക്ക് ഒരു ഇളവ് പോലും കൊടുക്കാതെ 153 കോടി രൂപ തട്ടിക്കഴിക്കാൻ പറഞ്ഞതിൻ്റെ ഒരു സാങ്കത്യം എന്താണ് എന്നതുകൂടി പറയുമ്പോൾ ഈ പൊള്ളത്തരം കൂടുതൽ വ്യക്തമാകും. ചർച്ചയുടെ അവസാന ഘട്ടമാണ്. അഡ്വക്കേറ്റ് ലാൽകുമാർ, ഒരു 2 മിനിറ്റ്. അത് ഇപ്പോൾ കൃഷ്ണദാസ് പറഞ്ഞതിനകത്തുനിന്ന് ചില കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം ഈ പാക്കേജ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ നിവൃത്തിയില്ലാതെ പറയുന്നത് കേരളം പ്രഖ്യാപിക്കട്ടെ, അവിടെ മന്ത്രിസഭ എന്താണ് കൊടുക്കാൻ പോകുന്നതെന്നാണ്. കേരളത്തിന് ഈ രാജ്യത്തിൻ്റെ അവകാശം എന്നുള്ള നിലയ്ക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ട ആ വിഹിതമുണ്ടല്ലോ, കൊടുക്കേണ്ടതല്ല, അനുവദിച്ച് നൽകേണ്ട വിഹിതമുണ്ടല്ലോ, ആ വിഹിതത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് കേരളം തീരുമാനിക്കട്ടെ, ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ പിന്നെ പറയാം എന്ന് പറയുന്നത്. ഭരണഘടനയുടെ വാർഷികം ആഘോഷിക്കുന്ന അതിൻ്റെ പ്രസംഗം നടത്തി ഇതിപ്പോൾ മോഡി വീട്ടിലോട്ട് പോയതേ ഉള്ളൂ. അതിനിടയിലാണ് ഈ വർത്തമാനങ്ങൾ. അല്ല, അത് നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട കാര്യം. പ്രധാനമന്ത്രി പാർലമെന്റിൽ പറയുന്നതും വെറും രാഷ്ട്രീയ പ്രസംഗം മാത്രമായി മാറിയിരിക്കുന്നു. ഭരണഘടനാ മൂല്യം ഉയർത്തി സംസാരിക്കുന്ന ഒരാളൊന്നും അല്ല നരേന്ദ്രമോദി.
അല്ലെങ്കിൽ പ്രസംഗിച്ചാൽ പോലും അത് പ്രവർത്തിക്കുന്നത് പലപ്പോഴും കാണാറില്ല. അതവിടെ മാറ്റിവെക്കാം. നോക്കൂ, ഇവിടെ കൃഷ്ണദാസ് പറഞ്ഞ ഏറ്റവും വലിയൊരു പോയിന്റ് എന്താണ്? കേരളം ഫണ്ട് പ്രഖ്യാപിക്കണം, കേന്ദ്രവും അപ്പ ഫണ്ട് പ്രഖ്യാപിക്കും. ഇത് ആദ്യം ഏത് വേണം എന്നുള്ളതാണല്ലോ കൃഷ്ണേട്ടന്റെ ചോദ്യം. കേരളത്തിൽ നടന്ന ഒരു ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് അതിനെ അഡ്രസ് ചെയ്യേണ്ടത് സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ജോലിയുണ്ട്, ബാധ്യതയുണ്ട് എന്നുള്ളൊരു വാദം ഒരാൾ മുന്നോട്ട് വെച്ചാൽ ഞാനത് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ തയ്യാറാണ്. ഇവിടെ ഇപ്പോഴാണ് ഒരു നമ്പർ കിട്ടിയത്, 5000 കോടിയിലെങ്കിലും മേളിൽ വേണം. നമ്മൾ 2500 കോടിയെ കൊടുത്തിട്ടുള്ളൂ. നോക്കൂ, കഴിഞ്ഞ ഈ ചർച്ചകളിൽ 2500 കോടി എന്ന് പറയുന്നത് ഓവർ റേറ്റഡ് ആണെന്ന് പറഞ്ഞാണ് ഇവിടെ പകുതി വേളം ഉണ്ടായിക്കൊണ്ടിരുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയത്തില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ മൊത്തം ഈ കൊടുത്തിരിക്കുന്ന തുക ഇത്രയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ചർച്ച നടത്തിയ ആൾക്കാരാണ് ഈ നാട്ടിലുള്ളത്. അപ്പൊ BJPയുടെ ഒരു പ്രതിനിധിയിൽ നിന്ന് ഒരു ഉപകാരം ഉണ്ടായി, ഇത്രയും പോരാ അത്രയും കൂടെ വേണം എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ. ഒന്നത്. രണ്ട്, വയനാടിന് വേണ്ടിയിട്ട് കേരളം പാക്കേജ് പ്രഖ്യാപിക്കുന്നോ, അങ്ങനാണെങ്കിൽ അവിടുന്ന് പാക്കേജ് വരും. 2500 കോടി നിങ്ങൾ അപ്പൊ തരുമല്ലോ ഇല്ലേ? കേരളം ഇപ്പൊ ഇന്ന് നാളെ 2500 കോടിയുടെ പാക്കേജ് വെച്ചാൽ കേന്ദ്രത്തിന്റെ ബാക്കി 2500 കോടി അപ്പം ഇനി കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പിന്നെ എപ്പോഴേലും ഉപകാരപ്പെടുന്നുള്ള രീതിയിൽ അങ്ങ് ചോദിച്ചിട്ടുന്നേ ഉള്ളൂ. അടുത്ത ഒരു ചോദ്യം കൂടുണ്ട്. ഈ 700 കോടിയോ 800 കോടിയോ മറ്റോ പ്രഖ്യാപിച്ചു ചെന്നൈയില്, അത് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ശേഷമാണോ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് എന്നറിഞ്ഞാലും കൂടെ കൊള്ളാവുന്നുണ്ട്. കാര്യം പെട്ടെന്നൊരു റിലീഫ് ഫണ്ട് പോലെ സംസ്ഥാനത്തിന് തമിഴ്നാടിന് കൊടുക്കുകയാണ് ചെയ്തത്. അത് സംസ്ഥാനം ഇതിനെ അഡ്രസ് ചെയ്യാനായിട്ടുള്ള തുക പ്രഖ്യാപിച്ച് ക്യാബിനറ്റ് കൂടി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ശേഷമാണോ കൊടുത്തതെന്നും കൂടെ അറിഞ്ഞാൽ കൊള്ളാവുന്നു. ശരി, അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, ഇതൊന്നും അല്ലല്ലോ നടന്നത്. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, കേരളം എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. കേരളം ഇന്ത്യയിലാണോ എന്ന ചോദ്യമാണ്. അതിന്റെ ചുരുക്കം അത്രേ ഉള്ളൂ. കേരളം ഇന്ത്യയിൽ തന്നെയാണോ എന്നാണ്. നമ്മൾ രാജ്യസ്നേഹികളല്ലേ? എങ്ങനെയാണ് പറയേണ്ടത് അതിന് ഉത്തരം? എന്നോടാണോ? കേരളം ഇന്ത്യയിലാണ്, നിങ്ങൾ പറയുന്ന കള്ളത്തിനൊപ്പമല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കേരളത്തിലും 30/7 ദുരന്തമുണ്ടായി. 31/7, അത് 31-നാണല്ലോ നമ്മൾ രാവിലെ ദുരന്തം പറയുന്നത്. 31/7 കൊടുത്തിട്ട് 145 കോടി രൂപയാണ് തമിഴ്നാടിന് കൊടുത്തതും. അതുപോലെ തന്നെ പ്രളയമുണ്ടായതിന്റെ പിറ്റേ ദിവസം. സാർ, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. താങ്കൾ ഈ വീണ്ടും പറയല്ലേ, പച്ചക്കള്ളം പറയുന്നു എന്ന് എന്നെ കൊണ്ട് പറയിക്കരുത് ദയവായി. അതിപ്പോ അന്ന് ചൂരൽമലയിൽ പ്രശ്നമില്ലെങ്കിലും അന്ന് കൊടുക്കേണ്ടതാണ് ആ തുക. ശരി, CMDRF ഫണ്ടിനെ കുറിച്ച് വാചകനായി ഡോക്ടർ ശിവദാസൻ പറഞ്ഞത്, അദ്ദേഹം, ഞാൻ വീണ്ടും പറയുന്നത്, സംസ്ഥാനം കൊടുത്തിട്ടുള്ള, ഹൈക്കോടതി കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് കാണാത്തത് കൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. 7.65 കോടി രൂപ ചെലവാക്കിയത് ശിവദാസൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ വാചകത്തിൽ പറയുന്നത് പോലെയുള്ള ഒരു കാര്യത്തിനുമല്ല. അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും പണം കൊടുത്തിട്ടുള്ളത് SDRF-ൽ നിന്നാണ്. അത് വീടുകളുടെ കാര്യത്തിലാണെങ്കിലും അവിടുത്തെ ആളുകൾക്ക് 300 രൂപ വെച്ച് ആരുടെയും കുടുംബസ്വത്തായി കൊണ്ടുവന്നതും അല്ലല്ലോ. അത് നമ്മുടെ അവകാശമല്ലേ? നിങ്ങൾക്ക് SDRF-ന്റേതല്ലേ? നിങ്ങൾക്ക് എനിക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങളോടൊപ്പം അല്ല, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ അദ്ദേഹം കള്ളത്തരം പറയുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, അദ്ദേഹം വാസ്തവവിരുദ്ധമായ കാര്യം പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നല്ല, അതാ ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ആ പണം കൊടുത്തിട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് കേരളത്തിന് ഈ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മുഴുവൻ കിട്ടിയത് കേരളത്തിലെ മുഴുവൻ ആളുകൾ പറഞ്ഞത് അവിടുത്തെ വാടകയും മറ്റു ദിവസേനയുള്ള കോസ്റ്റ് ഓഫ് ലിവിംഗിന്റെ പൈസയും ഒക്കെയാണ്. താങ്കൾ കേൾക്കൂ, ഞാൻ ആങ്കർ അല്ലേ, എനിക്ക് കാര്യങ്ങൾ തിരുത്തണ്ടേ? SDRF-ൽ നിന്നാണ് മറ്റു കാര്യങ്ങൾ കൊടുത്തത്. കഷ്ടമാണ് അങ്ങനത്തൊക്കെ ഇങ്ങനെ. അല്ല, വളരെ കഷ്ടമാണ് അങ്ങ് ഇങ്ങനെ ഇടപെടുന്നതിൽ. എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ചർച്ചയിൽ പങ്കെടുക്കാൻ. രണ്ട്, ഞാൻ അങ്ങയോട് ഡോക്ടർ ശിവദാസനോട് സൂചിപ്പിക്കുന്നത്, അദ്ദേഹം ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്. അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കേരളത്തിലേക്ക് കിട്ടിയുള്ള പണത്തിൽ 70 കോടി രൂപ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കൊടുത്തതാണ്. ആ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ 70 കോടി രൂപ കൊടുത്തപ്പോൾ ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്രിസഭാ തീരുമാനപ്രകാരം 2000-ഓ 2500-ഓ
ഇനി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിടക്കുന്ന പണമൊക്കെ ചെലവാക്കാൻ അവിടെ കിടക്കട്ടെ. നിങ്ങൾ അതൊക്കെ കൂട്ടി വെച്ചോളൂ, ചെലവാക്കണ്ട, വയനാട്ടുകാർക്ക് കൊടുക്കണ്ട, അവിടെ പുനരധിവാസത്തിന് പദ്ധതി തയ്യാറാക്കണ്ട, സ്ഥലം കണ്ടെത്തണ്ട, വീട് കൊടുക്കണ്ട. അല്ലല്ല, പറയട്ടെ, പൂർത്തിയാക്കട്ടെ. ഞാൻ എന്റെ സമയം നിങ്ങൾ എടുത്തില്ലേ, പൂർത്തിയാക്കട്ടെ. നിങ്ങൾ ആ BJP ഗവൺമെന്റ് കൊടുത്ത 70 കോടി ഉണ്ടല്ലോ, BJP ഗവൺമെന്റ് മുഖ്യമന്ത്രി കേരളത്തിന് കൊടുത്ത 70 കോടി, ആ 70 കോടി നിങ്ങളൊന്ന് വയനാട്ടിൽ ചെലവാക്ക്. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഞങ്ങൾ കൊടുത്ത പണമുണ്ടല്ലോ, ഞങ്ങളുടെ സർക്കാരുകൾ കൊടുത്ത പണം, കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഔദാര്യം കിട്ടി പണം കിട്ടട്ടെ. ഞാൻ പറഞ്ഞത് കേരളത്തിലെ LDF ഗവൺമെന്റിലേക്ക് BJP ഗവൺമെന്റിൽ കൊടുത്ത 70 കോടി ആദ്യം ചെലവാക്ക്, എന്നിട്ട് സംസാരിക്കാം. ഡോക്ടർ ശിവദാസൻ, BJP ഗവൺമെന്റുകൾ കൊടുത്ത 70 കോടി ആദ്യം ചെലവാക്ക്, എന്നിട്ട് സംസാരിക്കാം. BJP ഗവൺമെന്റുകൾ കൊടുത്തതൊക്കെ BJPയുടെ വകയാണ്. BJP നേതാക്കൾ ചോദിക്കുമ്പോൾ അതിന് കണക്ക് പറയേണ്ടി വരും, എവിടെയൊക്കെ ചെലവാക്കി എന്നൊക്കെ കാണിക്കേണ്ടി വരും. അതൊക്കെ വേറൊരു ഭാഗം. ഇനി ഇന്ത്യയുടെ ഭാഗമായി കേരളത്തിന് കിട്ടാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് താങ്കൾക്ക് ഇപ്പോൾ ഉറപ്പുണ്ടോ? തിങ്കളാഴ്ച മുതൽ എന്താണ് നിങ്ങളുടെയൊക്കെ രീതികൾ, സമര രീതികൾ ഏത് വഴിക്കാണ്? ഒരു 2 മിനിറ്റിൽ താഴെ, 2 മിനിറ്റില്ല. അദ്ദേഹത്തോട് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും തന്നെ മറുപടി പറഞ്ഞില്ല. ഞാൻ എൻ്റെ സംസാരത്തിനിടയിൽ ഞാൻ പറഞ്ഞത് കേരളത്തെ സ്നേഹിക്കുന്ന മലയാളികളും മലയാളികളല്ലാത്തവരുമായ മനുഷ്യസ്നേഹികളുടെ സംഭാവനയിലാണ് CMDRF രൂപപ്പെട്ടത് എന്നാണ്. അതിൽ വിവിധ സംസ്ഥാനങ്ങളുടെ സഹായധനവും ഉണ്ട്. ആ സഹായധനം എന്നുള്ളത് പരസ്പരം നൽകുന്ന പിന്തുണയാണ്. ദുരിതമുഖങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾ പരസ്പരം നൽകുന്ന പിന്തുണകൾ. കേരളം BJP സംസ്ഥാനങ്ങൾ ദുരിതമനുഭവിച്ചപ്പോൾ നൽകാതിരുന്നിട്ടില്ല. ഇന്ന് BJP ഭരിക്കുന്ന സംസ്ഥാനമായിട്ടുള്ള ഗുജറാത്തിലെ ഭൂകമ്പത്തിൻ്റെ സമയത്ത് ഇരു കൈകളും ഉയർത്തി അവരെ സഹായിക്കാൻ ഓടിയെത്തിയ സംസ്ഥാനങ്ങളിൽ ഒന്നിൻ്റെ പേര് കേരളമെന്നാണ്. ആ കേരളത്തിന് അന്ന് ത്രിപുരയിലും ഇടതുപക്ഷ സർക്കാരായിരുന്നു, ത്രിപുരയും എത്തി. അത് രാജ്യത്തെ യൂണിയൻ ഓഫ് ദ സ്റ്റേറ്റ് എന്ന ഇന്ത്യ എന്ന നാനാത്വത്തിൽ ഏകത്വം പുരുന്ന ഒരു രാജ്യത്തിൻ്റെ കാഴ്ചപ്പാടാണ്. അതിനെ നിങ്ങൾ ഇല്ലാതാക്കരുത്. പിന്നെ ഏറ്റവും നിർണായകമായ ഒരു ചോദ്യമാണല്ലോ ഇന്നത്തെ ചർച്ചയുടെ ആകെ കേന്ദ്രം. അത് യൂണിയൻ ഗവൺമെൻറ് സംസ്ഥാന സർക്കാരിന് സ്പെഷ്യൽ പാക്കേജ് നൽകണമോ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്നുള്ളതാണ്. അത് വേണമെന്ന് പറയാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? തമിഴ്നാട്ടിൽ ദുരന്തം ഉണ്ടായപ്പോൾ തമിഴ്നാട്ടിലെ BJP പറഞ്ഞിട്ടില്ല തമിഴ്നാട്ടിൽ പ്രത്യേക സഹായം വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ കേരളത്തിലെ BJP സഹായം വേണമെന്ന് പറയുന്നില്ല എന്ന് മാത്രമല്ല, ആ സഹായം നൽകാതിരിക്കുന്നതിനുള്ള വാദങ്ങളാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വാദമുയർത്തുന്നവർ അതാരായാലും, കൃഷ്ണദാസ് അദ്ദേഹം വ്യക്തിപരമായി മോശക്കാരനാണ് എന്ന അഭിപ്രായമുള്ള ഒരാളല്ല ഞാൻ. അദ്ദേഹത്തിൻ്റെ സംസാരം, ഇടപെടലുകൾ ഏറ്റവും മാന്യമായാണ് BJPയുടെ നേതൃനിരയിൽ അദ്ദേഹം ചർച്ചകളിൽ ഉൾപ്പെടെ ഇടപെടാറുള്ളത്. പക്ഷേ BJPയുടെ RSSൻ്റെ രാഷ്ട്രീയം എന്താണ്? ആ രാഷ്ട്രീയം കേരളത്തിന് സഹായം കിട്ടുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയമാണ്. അത് മനുഷ്യവിരുദ്ധതയുടെ, വയനാട്ടിൽ പൊലിഞ്ഞു പോയിട്ടുള്ള നൂറുകണക്കിന് വരുന്ന ആ പാവപ്പെട്ട ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ ദുരിതത്തിനൊപ്പം നിൽക്കാത്ത, അവരുടെ ദുരിതത്തെ വീണ്ടും വർദ്ധിപ്പിക്കുന്ന ഒരു ഇടപെടുന്നത്. ദുരന്തം എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വരാം. നാളെ അത് നമ്മുടെ അടുത്തേക്കും ഒക്കെ വരാം. അവിടെ അത് BJP ആണെന്നോ CPM ആണെന്നോ കോൺഗ്രസ് ആണെന്നോ നോക്കിയായിരിക്കില്ല ആ ദുരന്തം വരുന്നത്. പക്ഷേ ആ ദുരന്തത്തിൽ സഹായം തന്നതിന് ശേഷം പിന്നീട് അതിൻ്റെ കൂലി ചോദിക്കുക, അതിൽ സേനാ വിഭാഗം വന്ന് നമ്മളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവുക, രക്ഷപ്പെട്ട് ബാക്കിയുള്ളവരോട് അതിനുള്ള കൂലി ചോദിക്കുക. അവർക്ക് നമ്മൾ സല്യൂട്ട് അടിച്ച് വിട്ടതാണ്, നമ്മുടെ നന്ദി നമ്മൾ അറിയിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ആ സല്യൂട്ടിൻ്റെ അർത്ഥം എന്താണ് എന്ന് വീണ്ടും പുനർവ്യാഖ്യാനം ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ. ഇതാരാണ് ഉണ്ടാക്കുന്നത്? ഇതിൽ രാഷ്ട്രീയം കലർത്തുന്നത് ആരാണ്? പാവം വയനാട്ടിലെ ചൂരൽമലയിലെ മുണ്ടക്കയിലെ ബാക്കിയുള്ള ആ ജീവിതങ്ങളെ ഇങ്ങനെ പരിഹസിക്കരുത്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന്. ഡോക്ടർ ശിവദാസൻ, അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, ഒപ്പം അഡ്വക്കേറ്റ് N. ലാൽകുമാർ. ന്യൂസ് അവസാനിക്കുന്നു.